മഹ്ശറയിൽ നിന്റെ കാൽ അനക്കണമെങ്കിൽ 4 കാര്യത്തെ സംബന്ധിച്ച് മറുപടി പറയാൻ നിന്റെ പാത അനക്കാൻ അനുവദിക്കില്ല. അതിൽ എണ്ണി പറയുന്നു, എങ്ങനെയാടാ നീ പണം ഉണ്ടാക്കിയത്, എങ്ങനെയാണോ അത് ചെലവഴിച്ചത്, 1 രൂപ എങ്ങനെ വന്നു, 1 രൂപ എങ്ങനെ പോയി. ഒരു ഈന്തപ്പഴം 3ആയിട്ട് അങ്ങോട്ട് കീറി. ഒരു ഈന്തപ്പഴം, മാങ്ങയല്ല, ഒരു ഈന്തപ്പഴം 2 കീറ് തന്റെ സഹചാരികളുടെ കൈകളിലേക്ക് വെച്ചു കൊടുത്തു. 3ാമത്തെ കീറ് തന്റെ കയ്യിൽ വെച്ചുകൊണ്ട് പറയാൻ, സിദ്ദീഖേ ഉമറേ റളിയല്ലാഹു അൻഹുമാ ثم لتسألن يومئذ عن النعيم. ഈ കാരക്കീറിനെ സംബന്ധിച്ച് അള്ളാഹിന്റെ കോടതിയിൽ സമാധാനം പറയേണ്ടി വരും. ഇത് പറഞ്ഞ മുത്തു മുഹമ്മദ് റസൂലുള്ളാഹി തങ്ങൾ പറയുന്നു, 4 വഴിയിലേക്ക് ചെലവഴിക്കുന്നതിന് കണക്കേ പറയണ്ട എന്ന് പറഞ്ഞാൽ ബിഗൈരി ഹിസാബ് എന്ന് ഖുർആൻ വിശേഷിപ്പിച്ച കണക്കില്ലാതെ വാരിക്കോരി തരുന്നതാണ്. കണക്കില്ലാതെ വാരിക്കോരി. 1ാമത്തെ ചെലവ് നഫഖത്തുഹു അലാ അബവൈ. 1ാമത് ചെലവഴിക്കുന്നത് മക്കളെ നിന്റെ വാപ്പാക്കും ഉമ്മാക്കും ചെലവഴിക്കുന്നതാണ്. മാതാപിതാക്കൾക്ക് ചെലവഴിക്കുന്നതിന് കണക്കില്ലാതെ വാരിക്കോരി പ്രതിഫലം കിട്ടുമെന്ന് നബീനാ റസൂലുള്ളാഹി. നഫഖത്തുഹു അലാ ഇയാലിഹി. 2ാമത്തേത് ഭാര്യയ്ക്കും മക്കൾക്കും നീ ചെലവഴിക്കുന്നതാണ്. കണക്കില്ലാതെ പ്രതിഫലം വാരിക്കോരി കിട്ടുന്നതാണ്. കച്ചവടം ചെയ്യാൻ പോണേന്റെ മറുപടി കിട്ടിയോ? അല്ലാ, ഞാൻ എന്റെ ഷോപ്പ് തുറക്കാൻ പോവുകയാണ് റബ്ബേ, എനിക്ക് സമ്പത്ത് അധികരിക്കണം തമ്പുരാനെ, മനോഹരമായ കെട്ടിടമുണ്ടാക്കണം റബ്ബേ, എനിക്ക് കാറ് മേടിക്കണം പടച്ചവനെ. അല്ലാഹുവേ, ഇതൊന്നും എനിക്ക് കിടക്കാനല്ല അല്ലാ, എനിക്ക് ഓടിക്കാനല്ല അല്ലാ പടച്ചവനെ. എന്റെ ഉപ്പിച്ചി ഉമ്മച്ചിയും എന്റെ വീട്ടിൽ കിടക്കുന്ന കാലം, എന്റെ ഭാര്യയും പൊന്നുമക്കളും എന്റെ വീട്ടിൽ കിടക്കുന്ന കാലം പടച്ചവനെ, എന്റെ മാതാപിതാക്കൾ എന്റെ കാറിൽ സഞ്ചരിക്കുന്ന കാലം, എന്റെ പൊന്നുമക്കളും ഭാര്യയും എന്റെ കാറിൽ സഞ്ചരിക്കുന്ന കാലം അല്ലാഹുവേ, എനിക്ക് കണക്കില്ലാതെ നാളെ മഹ്ശറിൽ പ്രതിഫലം കിട്ടുന്ന നന്മയാണല്ലോ അല്ലാ. ആ നന്മയ്ക്ക് വേണ്ടി ഞാൻ കച്ചവടം ചെയ്യാൻ പോകുന്നു റബ്ബേ. മറുപടി കിട്ടിയോ? ഇങ്ങനെ തന്നെ വീട് പണിയതിന്റെ മറുപടി, റമദാനിന് മുമ്പ് താമസിക്കണമെന്നും പറഞ്ഞ് പണിയണ്ട. പിന്നെ പടച്ചവനെ, ഇത് ഞാൻ ആൾക്കാരുടെ മുമ്പിൽ ഇങ്ങനെ പറയുന്നുണ്ട്, റമദാനിന് മുമ്പ് താമസിക്കണമെന്ന്. എനിക്കതിനകത്ത് താമസിക്കാമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല റബ്ബേ. എനിക്ക് കിടക്കാനുള്ളത് ഖബറാണല്ലോ. എന്റെ മക്കൾ എത്ര കാലം ആ വീട്ടിൽ കിടക്കുന്നവോ, എന്റെ പേരക്കുഞ്ഞുങ്ങൾ എത്ര കാലം കിടക്കുന്നവോ, എന്റെ ഭാര്യയും എന്റെ ഉമ്മയും ഉപ്പയും എത്ര കാലം കിടക്കുന്നവോ, അക്കാലം മുഴുവൻ എനിക്ക് ഖബർ മുതലേക്ക് വലിയ പ്രതിഫലമാണ് റബ്ബേ. ഞാൻ അതിനാ വീട് പണിയണേ. എന്റെ വീട്ടിൽ എനിക്ക് കിടക്കാനല്ല, ഞാനിത് പണിതുകൊണ്ടിരിക്കണു. അതല്ല എന്നെ ഏൽപ്പിച്ചിട്ട് കുട്ടിയാണ്, ഞാനേ ചെയ്തോണ്ടിരിക്കുന്നു. ഇതിനകത്തല്ല ഞാൻ കിടക്കണേ. ഞാൻ കിടക്കുന്നത് അല്ലാഹുവേ നാളെ മുതൽ ഖബറിലേക്കാണ്. അസ്ബഹ മാലുകൽ മജ്മൂഉന ഹബാ വഉതീല ബഹദകൽ ഖസ്റുൽ മശീദു. ഇന്ന് വരെ നിന്റേതാന്ന് പറഞ്ഞ സമ്പത്ത് കണ്ണം കടഞ്ഞ താട കെട്ടിയോടുകൂടി സമ്പത്തിന്റെ അവകാശം മാറി. പടുത്തുയർത്തിയത് ആ വീട്ടിൽ 1 ദിവസം പോലും കിടത്താതെ ചുമ്മാ 3 കഷ്ണം തുണിയിൽ പൊതിഞ്ഞിട്ട് നിന്നെ എന്നേക്കുമായി നാട് കടത്തി. എന്ത് വർത്താനം ഇന്ന് നോക്കി, ബുദ്ധിയുള്ളവരുടെ വർത്താനങ്ങളാ ഇതൊക്കെ. ആ ബുദ്ധിമാന്മാരുടെയും ബുദ്ധിമതികളുടെ ഒക്കെ കൂടെ നാളെ ഞങ്ങളെ നീ ഒരുമിച്ച് കൂട്ടണേ പടച്ചവനെ. എന്താ ചിന്തിച്ചു നോക്കി. അപ്പൊ മറുപടി കിട്ടിയോ? ബാക്കി 2 ഇപ്പൊ 2 ഞാൻ പറഞ്ഞോളൂ. 1, ഞാൻ ഈ സമ്പത്തുണ്ടാക്കുന്ന എൻ്റെ മാതാപിതാക്കൾ. 2, എൻ്റെ ഭാര്യയും മക്കളും. പിന്നെ 3ഉം 4ഉം വരാൻ പോകുന്ന റമദാനുമായിട്ട് ബന്ധപ്പെട്ടത്. നഫഖത്തുഹു അലാ ഇഫ്താരിഹി നഫഖത്തു അലാ സുഹൂരി. അത്താഴം കഴിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ കൊടുക്കുന്നത്, നോമ്പ് തുറക്കാൻ വേണ്ടി കൊടുക്കുന്നത് കണക്കില്ലാതെ പ്രതിഫലം കിട്ടുന്ന നന്മയാണെന്ന് നബിയുനാ റസൂലുള്ളാഹി. ഈ ആളുകൾ പറയണ ഞാൻ കേട്ടിട്ടുണ്ട്, ഈ അറബികൾക്ക് വെറും വട്ടാന്ന് പറയുന്നത്. ആളുകൾ വലിച്ചോണ്ട് പോവാണ് നോമ്പ് തുറക്കാൻ വേണ്ടി. വട്ടല്ലടോ. എന്റെ മുസല്ലയിൽ നിന്നും ഒരു റൊട്ടി കഷ്ണം ഒരു ഹാജി എടുത്താൽ, ഒരു ഹജ്ജുമ്മ എടുത്താൽ, ഒരു സഹോദരൻ എടുത്താൽ, അൽഹംദുലില്ലാ നാളെ എനിക്ക് കണക്കില്ലാതെ കൂലി കിട്ടുന്നതാണ്. ഞാൻ അങ്കമാലി പള്ളിയിലെ ഖത്തീബാ. റമദാനിൽ അവിടെ നോമ്പോറയുണ്ട്. കാരണം പല രാജ്യത്തു നിന്നും വരുന്ന ധാരാളം ആളുകളുണ്ട്. അവർക്കൊക്കെ നോമ്പോറയുണ്ട്. കൈ തട്ടണാറിനെ നോമ്പോറയുണ്ട്. പഠിച്ചാൻ വേണ്ടി 2 ആഴ്ച അവിടെ പറയേണ്ടി വരുള്ളൂ. നോമ്പിന്റെ 1ാമത്തെ വെള്ളിയാഴ്ച 2ാമത്തെ വെള്ളിയാഴ്ച പിന്നെ സാധനം ഉണ്ടാവില്ല. ഇതേ 30 ദിവസം ഫില്ലായി. എന്തത്? നാടിന്റെ നാനാഭാഗത്തുനിന്നും
കൂട്ടിലേക്ക് കിളികൾ വരുന്നത് പോലെ അങ്കമാലി പള്ളിയിലേക്ക് ജനങ്ങൾ നോമ്പ് തുറക്ക് വരുമ്പോൾ ഒരു ദിവസത്തെ നോമ്പ് തുറ എൻ്റെ പെട്ടെന്ന് അങ്ങ് ഫില്ലാവും. അത് ഇതാ കാരണേ, കണക്കില്ലാതെ കൂലിയിട്ട്. അപ്പൊ മറുപടി കിട്ടിയോ? പോട്ടെ പോട്ടെ, ഞാൻ എന്താ പറഞ്ഞു വന്നത്, എന്ത് ജോലി ചെയ്യുകയാണെങ്കിലും എന്തിന് ചെയ്യുന്നു മറുപടി കാണണം. ഇങ്ങനെ മറുപടി ഇട്ടിട്ടേ ജോലി കിടക്കാവുള്ളൂ എന്നതുപോലെ നമ്മ പട്ടിണി കിടന്ന് പാടുപെട്ട് രക്തം വിയർപ്പാക്കി മാറ്റി കഠിനാധ്വാനം ചെയ്ത് 10 മാസം ചുവന്ന മരണവേദനയോടടുത്ത വേദന സഹിച്ച് പ്രസവിച്ച് 2 കൊല്ലം പാലൂട്ടി വിശപ്പ് സഹിച്ച് ഉറക്കം ഒഴിവാക്കി എന്തിനാണ് മക്കളെ വളർത്തുന്നത്? മറുപടി കാണണം. ഞാൻ ക്ഷീണിച്ചാലും മക്കൾ ക്ഷീണിക്കരുത്, മറുപടി കാണണം. എന്താണ് മറുപടി? മുസ്ലിയാരെ, ഞാൻ ക്ഷീണിച്ചാലും മക്കൾ ക്ഷീണിക്കരുതെന്ന് ഞാൻ വളർത്തുന്നത് ഇച്ചിലിങ്കോട് ജുമാഅത്ത് പള്ളിയുടെ മൈതാനിയിൽ കൊണ്ടുവന്ന് വലിയ പെരുന്നാളിൽ എൻ്റെ മോനെ മോളെ അറുത്തു കൊടുക്കാനാണ്. അൽഹംദുലില്ലാഹ്. അപ്പോൾ നല്ല മറുപടിയാണ്. അപ്പോൾ ഈ സാധനം ക്ഷീണിച്ചാൽ പറ്റൂല. കാരണം എന്താ? ക്ഷീണിച്ചതിനെ അറക്കലല്ല ശ്രേഷ്ഠത, നല്ല വണ്ണവും കൊഴുപ്പുള്ളതിന് അറക്കലാണ് ശ്രേഷ്ഠത. അപ്പോൾ നല്ല നെയ്യത്താണ്. അപ്പോൾ നന്നായിട്ട് തീറ്റ കൊടുത്ത് വളർത്ത്. ഇച്ചിലിങ്കോട് പള്ളിയിൽ നിന്റെ മോനെ ഉളുഹി അറുത്തു എന്ന് കേട്ടാൽ ആ വലിയ പെരുന്നാളിന് ഒരു മനുഷ്യൻ ഒരു കഷ്ണം ഇറച്ചി വാങ്ങാൻ ഇവിടെ വരുവോ? കുട്ടികളിങ്ങനെ വായി പോയിട്ട് എടപ്പുണ്ടോ മോനെ, പള്ളിയിലേക്ക് പോകണം, എന്തിന്? ഉളുഹിയുടെ ഇറച്ചി വാങ്ങാൻ. പോടാ മോനെ വീട്ടിലേക്ക്. അവിടെ നമ്മുടെ സെയ്തോമ്പന്റെ മോനെ അറുത്തിട്ടുണ്ട്, അതിന്റെ ചോര എവിടെയൊക്കെ വീണെന്ന് അറിയില്ല, അതിന്റെ മാസം എവിടെയൊക്കെ കിടക്കണമെന്ന് അറിയില്ല. ഇക്കൊല്ലം ഉളുഹിയുടെ ആട് തിന്നണ്ട, ഇക്കൊല്ലം ഉളുഹിയുടെ ഇറച്ചി തിന്നണ്ട. വല്ലവരും കഴിക്കുവോ? ഇത് മറുപടിയല്ല. പിന്നെ എന്താണ് മറുപടി? മറുപടി, മൻ ഖറഅൽ ഖുർആൻ വഅമില ബിമാ ഫീ അൽബസല്ലാഹു വാലിദൈഹി താജൻ യൗമൽ ഖിയാമ ലൗഹു അഹ്സനു മിൻ ലൗഹി ശംസി. ശാലമാരിദിസാൻ. എന്തിനാണോ നിന്റെ മക്കളെ വളർത്തുന്നറിയോ? ഇതാ മഹ്ശറാവൻ സഭയിൽ മനുഷ്യൻ നെട്ടോട്ടമോടുകയാണ്. ദുനിയാവിൽ ഫലപ്പെടുന്ന മക്കളുണ്ട് കേട്ടോ. ദുനിയാവിൽ നമുക്ക് ഫലപ്പെടണം, എങ്കിലല്ലേ ഇപ്പൊ ആഖിറത്തിലേക്ക് എല്ലാം പറ്റുള്ളൂ. പക്ഷെ ആഖിറാണ് നമ്മുടെ നോട്ടീസിൽ വെച്ചിരിക്കുന്നത്, അതുകൊണ്ട് അത് പറയാം ഇൻഷാ അല്ലാഹ്. ആഖിറത്തിലേക്ക് ഫലപ്പെടുന്ന മക്കൾ. ദുനിയാവിലിപ്പോ എന്താ അവസ്ഥ? അല്ലാ, കാക്കാക്ക് ക്ഷീണം. എന്താടാ ഇപ്പൊ വലിയ ക്ഷീണം? ഒന്നുമില്ല മുസ്ലിയാരെ. താത്താക്ക് അതിനേക്കാളും വലിയ ക്ഷീണം. എന്തേ താത്ത വലിയ ക്ഷീണം? ഒന്നുമില്ല മുസ്ലിയാരെ. പറയാൻ നിവൃത്തിയില്ല. എന്തേ? മനുഷ്യനോട് പറയാൻ പറ്റാത്തതാണ്. സംഗതി തിന്നണുണ്ട്, കുടിക്കണ്ട്, പക്ഷെ ശരീരത്തിലേക്ക് വെക്കണില്ല. എന്തേ? ഓമനിച്ച് വളർത്തിയ മോൻ നേരെ നോക്കി ഒരു വാക്കം കൂടെ പറയുമ്പോഴത്തേക്കും ഈറ്റപ്പുലി ചാടണ മാതിരിയാണ് മേത്തേക്ക് കയറി വരുവാണ്. മിണ്ടാ നിവൃത്തിയില്ല. ഭയങ്കര ദേഷ്യം മോനൊക്കെ, മിണ്ടാ നിവൃത്തിയില്ല. പാപ്പ തിന്നിട്ട് വലിക്കണില്ല, ഉമ്മ കുടിച്ചിട്ട് വലിക്കണില്ല. മോളെ ഓമനിച്ച് വളർത്തിയതാണ്. എന്തെങ്കിലും ഒരു കാര്യം മോളോട് പറഞ്ഞാൽ ഭദ്രകാളി വന്ന മാതിരിയാണ് ഇങ്ങോട്ട് ചാടി വന്നത്. മിണ്ടാ നിവൃത്തിയില്ല. പാപ്പ സങ്കടായി, ഉമ്മ സങ്കടായി, ഓട്ടോമാറ്റിക്കായിട്ട് ക്ഷീണിക്കുകയാണ്. പല കുടുംബത്തിൽ ഇതൊന്നും പുറത്ത് പറയാത്തതാണിത്. മോൻ കിടക്കപ്പുറത്ത് തന്നില്ല എന്ന് പുറത്തു പറഞ്ഞാൽ നാണക്കേടല്ലേ? മോളെ കൊണ്ട് സ്വസ്ഥത ഇല്ല എന്ന് പുറത്തു പറഞ്ഞാൽ നാണക്കേടല്ലേ? അതിങ്ങനെ ഒതുക്കിയിരിക്കുകയാണ്. എന്തുകൊണ്ട്? ഞങ്ങളുടെ നാട്ടിലൊരു ഭാഷയുണ്ട്, ഉപ്പ് തിന്നവൻ വെള്ളം കുടിക്കും. നിങ്ങൾ ഉപ്പ് തിന്നുപോയി, വെള്ളം കുടിച്ചേ പറ്റൂ. എന്തുകൊണ്ട് ഈ അവസ്ഥയിലേക്ക് എത്തി? ഇവിടെ ശ്രദ്ധിച്ച്. എന്തിനാണ് മക്കളെ വളർത്തുന്നത്? ഭയാനകമായ മനുഷ്യരേൽ മനുഷ്യൻ നെട്ടോട്ടമോടുകയാണ്. ഇന്നിതൊന്നും പറയാൻ നിവൃത്തിയില്ലാത്ത അവസ്ഥയാ. മനുഷ്യരാന്ന് പറഞ്ഞാൽ എന്ത് മൊയിലേറെ, എന്ത് മനുഷ്യരാന്നിരിക്കും. ഇപ്പൊ ഇതൊക്കെ പറയണമെങ്കിൽ യുക്തിപരമായി സമൂഹത്തിനെ, സമുദായത്തിനെ ബോധ്യപ്പെടുത്തിയിട്ട് പറയാൻ പാടുള്ളൂ. അങ്ങനത്തെ അവസ്ഥയാണ്. പക്ഷെ ഞാനതിങ്ങനെ പറഞ്ഞു വരുന്ന കഴിയുമ്പോൾ വിഷയം അങ്ങ് തെന്നിപ്പോവും. അപ്പൊ നമുക്ക് ഉദ്ദേശത്തോടത്തിൽ നിൽക്കൂല. ഭയങ്കര പ്രശ്നത്തിലേക്കാണ് പോണേ. ഭയങ്കര പ്രശ്നമാണ്. എല്ലാ തെമ്മാടിത്തരത്തിൻ്റെ മുന്നിൽ ഈ സമുദായമാണ്. നിങ്ങൾ യുക്തിവാദികളെന്ന് എടുത്തു നോക്കി. യുക്തിവാദികളുടെ സംവാദവേദി നോക്കി. ഇന്നിപ്പോൾ നമ്മൾ പോകണ്ടല്ലോ, മൊബൈൽ എടുത്തിട്ട് ഇങ്ങനെ തോണ്ടിയാൽ കിട്ടുമല്ലേ. യുക്തിവാദികളുടെ സംവാദവേദി നോക്ക്. 95% മുസ്ലിം നാമധാരികളാണ്. അവരഭിമാനത്തോടെ പറയുന്നു എക്സ് മുസ്ലിം. നിരീശ്വരവാദത്തിന്റെ സംഘടന നിങ്ങൾ നോക്ക്, അതിനകത്ത് ഏറ്റവും കൂടുതൽ മുസ്ലിങ്ങളാണ്. എല്ലാത്തിൻ്റെ മുമ്പിൽ, അധർമ്മത്തിന്റെ എല്ലാം മുന്നിൽ സമുദായമായി. കാരണം നമ്മൾ തന്നെയുള്ളൂ. ഞാൻ പറഞ്ഞുതരാം, നിങ്ങൾ അംഗീകരിക്കും നമ്മൾ തന്നെയാണെന്നുള്ളത്. ഞാൻ ഓരോന്ന് എണ്ണി ചോദിക്കാം. എന്താ നിങ്ങൾ സമ്മതിക്കും? മുസ്ലിയാരെ, ഇത് ഞങ്ങളുടെ ഭാഗത്തുനിന്ന് വീഴ്ച പറ്റി. പാവാ മുസ്ലിയാരെ, ഞങ്ങളുടെ ഭാഗത്തുനിന്ന് വീഴ്ച പറ്റി. നിങ്ങൾ സമ്മതിക്കും? ഞാൻ അതിലേക്ക് കൊണ്ടുവരാം.
ആഖിറത്തിലേക്ക് ഫലപ്പെടുന്ന മക്കൾ അല്ലാതെ ആക്കിയത് നമ്മളാണ്. അല്ലാണ്ട് വേറെ അതിനാരും പങ്കാളികളില്ല. ഇന്ന് എടുത്തു നോക്ക് ജനങ്ങളെ, എവിടെയാണ് ഈ സമുദായം നന്മയിലേക്ക് മുന്നേറുന്നത്? കോടിക്കണക്കിന് രൂപയുടെ മയക്കുമരുന്ന് കേരളത്തിലേക്ക് വരുമ്പോൾ അതിൻ്റെ 80%, ഞാൻ ചുമ്മാ പൊട്ടക്കണക്ക് പറഞ്ഞല്ല, ഇത് കേരള ഗവൺമെന്റിന്റെ ശമ്പളം വാങ്ങുന്ന എക്സൈസിലെ ഉത്തരവാദിത്തപ്പെട്ട ഉയർന്ന ഓഫീസർ പെരുമ്പാവൂർ പട്ടണത്തിന്റെ അടുത്തുള്ള അറക്കപ്പടി ജമാഅത്തിന്റെ ഓഡിറ്റോറിയത്തിൽ നിന്ന് പരസ്യമായി പറഞ്ഞ കണക്കാണ് ഞാൻ ഈ പറഞ്ഞത്. കോടികളുടെ മയക്കുമരുന്ന് കേരളത്തിലേക്ക് വരുമ്പോൾ 80% ഉപയോഗിക്കുന്നത് മുസ്ലിങ്ങളാണ്. എവിടെ എത്തി പറ? ഇവിടെ ഹിന്ദുക്കളുണ്ട്, ക്രിസ്ത്യാനികളുണ്ട്, ജൂതന്മാരുണ്ട്, സിഖുകാരുണ്ട്, ബുദ്ധന്മാരുണ്ട്, നായന്മാരുണ്ട്, നമ്പൂരിമാരുണ്ട്, ഹരിജനുണ്ട്, ഗിരിജനുണ്ട്, പട്ടികജാതി, എല്ലാത്തിനും കൂടി ആകെ കിട്ടുന്നത് 20%. ബാക്കി മൊത്തം കാക്കന്മാരുണ്ട്. 80% സമുദായം കൊണ്ടുപോയി. ജനങ്ങളെ, കുടുംബ കോടതിയിൽ നിങ്ങൾ ഒരു അഡ്വക്കേറ്റുമായിട്ട് ബന്ധപ്പെട്ട് കുടുംബ കോടതിയിൽ ഒന്ന് ചെന്ന് നോക്കിയേ. കമ്മിറ്റിക്കാർക്കൊന്നും നേരമില്ല, പള്ളി പരിപാലനത്തിന് അവർക്കൊന്നും സമയമില്ല. അവരുടെ നല്ലൊരു സമയവും വിവാഹമോചന കേസുകളിൽ ഇടപെടാൻ പോവുകയാണ്. ഏറ്റവും കൂടുതൽ ത്വലാഖിന്റെ വിവാഹമോചനത്തിന്റെ കേസുകൾ കുടുംബ കോടതിയിൽ രജിസ്റ്റർ ചെയ്തുകൊണ്ടിരിക്കുന്ന മുസ്ലിം സമുദായത്തിൻ്റെതാണ്. എന്തേ സുഹൃത്തുക്കളെ, എന്താ സംഭവിച്ചത്? ഇതിനൊക്കെ ഒറ്റ വാക്കിലൊരു മറുപടി ഉണ്ട്. ഒറ്റ വാക്കിൽ, നിങ്ങൾ റസൂലുള്ളാഹിനെ അടിച്ചു പുറത്താക്കി. പൊന്നാര നബിത്തങ്ങളെ നിങ്ങൾ കുടുംബത്തിന് അടിച്ചു പുറത്താക്കിയപ്പോൾ കുടുംബത്തിന്റെ സമാധാനം കെട്ടു. വ്യവസായ മേഖലയിൽ നിന്നും തങ്ങളെ അടിച്ചു പുറത്താക്കിയപ്പോൾ വ്യവസായം തകർന്നു. പിന്നെ പൊതുപ്രവർത്തനത്തിൽ നബിത്തങ്ങളെ അടിച്ചു പുറത്താക്കിയപ്പോൾ പൊതുപ്രവർത്തനങ്ങൾ തകർന്നു. എല്ലാ സ്ഥലത്തും സംഭവിച്ചതാണ്. തങ്ങൾ പറഞ്ഞു, ഇന്ന ആളമന്നിക്കായ മർക്കത്തുൻ ഐസറുഹു മോനത്തുൻ. ലളിതമായ വിവാഹത്തിലാണ് അള്ളാന്റെ പൊരുത്തം കേട്ടോ പടപ്പുകളെ. ഇതാരെന്ന് അംഗീകരിക്കുക? ലളിതമായ വിവാഹം. എന്താ ബഹുമാനികളെ കാട്ടിക്കൂട്ടണത്? എന്നിട്ട് കുറ്റമൊക്കെ സമുദായത്തിനാണ്. എനിക്കൊരാൾ വോയിസ് വിട്ടേക്കാണ്. ഒരു ഭ്രാന്തൻ പിന്നെ വാട്ടർ ബോട്ടിലും ബാഗും ഒക്കെ എടുത്ത് ഇങ്ങനെ തുള്ളി തുള്ളി പോവാണ്. അപ്പോൾ അവൻ പുതിയാപ്പിളയാണ് പോലും. എന്നിട്ട് എനിക്ക് വോയിസ് വിട്ടേക്കാണ്, ഇതൊന്നും നിയന്ത്രിക്കാൻ നിങ്ങളെ കൊണ്ട് കഴിയണില്ലെന്ന്. ഭ്രാന്തന്മാരെ പൂട്ടലാണോ നമ്മുടെ പണി? എൻ്റെ ഉമാനികളെ, കള്ളു കുടിക്കണ ഒരുത്തൻ ഇത് ഹറാമല്ലാന്ന് അറിയാഞ്ഞിട്ടപ്പോ കുടിക്കണത്. ഓ പടച്ചവനെ, ഇത് തെറ്റാന്ന് എനിക്ക് അറിയാൻ പാടില്ലായിരുന്നു കേട്ടോ. അങ്ങനെയപ്പോ കുടിക്കണത്. പലിശ വാങ്ങിക്കുന്നവൻ ഇത് തെറ്റാന്ന് അറിയാഞ്ഞിട്ടപ്പോ ഇത് ചെയ്യണത്. ഉമ്മയെ തല്ലുന്ന ഒരു മോൻ ഇത് തെറ്റാണെന്ന് അറിയാഞ്ഞിട്ടാണോ ചെയ്യുന്നത്? ഇത് മനഃപൂർവ്വം ചെയ്യുന്ന ആരെ കൊണ്ട് നിയന്ത്രിക്കാൻ പറ്റും? ഒരു കാളിനെ കൊണ്ടും പറ്റൂല, ഒരു ഇമാമിനെ കൊണ്ടും പറ്റൂല, ഒരു കമ്മിറ്റിയെ കൊണ്ടും പറ്റൂല, ഒരു നാട്ടിലെ പ്രമാണിമാരെ കൊണ്ടും വേണ്ടപ്പെട്ടവർ ആരെ കൊണ്ടും പറ്റൂല. അത് പറ്റുന്നത് പടച്ചോമ്പരാനെ കൊണ്ട് മാത്രമേ പറ്റുള്ളൂ. അതാ അപ്പൊ നടന്നുകൊണ്ടിരിക്കണത്. ചെയ്ത തെമ്മാടിത്തരത്തിന് ഒരു ഞൊട്ടു കൊടുക്കുകയാണ്. അള്ളാഹ് പറഞ്ഞ അങ്ങനെയാ, അവർ ചെയ്ത തെമ്മാടിത്തരത്തിന് ഒരു ഞൊട്ടു കൊടുക്കുകയാണ്. അതിനോടൊപ്പം നിങ്ങൾക്ക് പാഠവും തരികയാണ് പിന്തിരിയാൻ വേണ്ടി. 4 ദുസ്വഭാവങ്ങളുണ്ടെങ്കിൽ അടിമേലെ മറിക്കുന്ന അടിമേലെ മറിക്കുന്നു. അതിൽ ഒന്നാമത്തെ എടുത്ത് പറഞ്ഞതാ ലഹരി. ഇതാ ഷരിബുൽ ഹുമൂർ. അപ്പൊ ഇതാരെ കൊണ്ട് പറ്റും? അപ്പൊ അള്ളാന്റെ ഭാഗത്തുനിന്നുണ്ടാവും. തെമ്മാടിത്തരം അങ്ങോട്ട് കടന്നു പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ മോളിൽ നിന്ന് നടപടി ഒരു ഉറപ്പാത്. അല്ലാണ്ട് തുർക്കിക്ക് മാത്രം സ്പെഷ്യലായിട്ടുണ്ടായതല്ല. ഇപ്പൊ ഇത് 1.5 ലക്ഷത്തിലേക്ക് എത്താൻ പോവാ. ഏത് 1.5 ലക്ഷം? കോൺക്രീറ്റ് അടി കിടക്കുന്ന ആളുകളുടെ എണ്ണം എങ്ങനെ കിട്ടാനാ? 1.5 ലക്ഷത്തിലേക്ക് എത്താൻ പോവാ. ഇന്തോനേഷ്യയിൽ മാത്രം ഉണ്ടാവുന്ന അല്ല സുനാമി, പാകിസ്ഥാനിൽ മാത്രം ഉണ്ടാവണ അല്ല ഭൂമി കുലുക്കം. ഞാൻ അവിടെ ഇരുന്നോട്ടെ, ഹദീസ് തൊടനില്ല, തൊട്ടാ പ്രശ്നമാവും, അങ്ങോട്ട് പോകണില്ല. അപ്പൊ ഇവിടെ ശ്രദ്ധിച്ച്, എല്ലാത്തിനും നമ്മളുടെ സമുദായത്തിലെ മുന്നിൽ പലിശ വാങ്ങാൻ പാടില്ല എന്ന് കർക്കശമായി നിരോധിച്ച ഒരു സംവിധാനമല്ല ഈ സമുദായത്തിൻ്റെത്. ഏറ്റവും കൂടുതൽ പലിശ വാങ്ങണ ആരാണ്? വ്യഭിചാരം എന്ന് പറയുന്നത് ഈമാൻ ഊരിപ്പോകുന്നതാണെന്ന് പറഞ്ഞെങ്കിൽ അതിന് ഏറ്റവും മുൻതൂക്കം കൊടുക്കുന്ന പാർട്ടി ആരാണ്? ഇന്ന് പള്ളിക്കൂടത്തിലേക്കൊന്ന് നോക്കി, കലാലയങ്ങളിലേക്കൊന്ന് നോക്കി, ആകെ കുത്തഴിഞ്ഞു പോയി. പോട്ടെ, ഞാൻ അവിടെ ഇരിക്കട്ടെ, ഇതിലേക്കൊന്നും തൊട്ടാൻ പറ്റൂല.
ഇവിടെ ശ്രദ്ധിച്ചോ, നമ്മുടെ മക്കൾ വഴികേടിലായെങ്കിൽ അതിന്റെ ഉത്തരവാദികൾ നമ്മൾ തന്നെയാണോ അല്ലയോ എന്നുള്ളത് ഇപ്പൊ സമ്മതിക്കേണ്ടി വരും. ഇവിടെ ശ്രദ്ധിച്ചപ്പോ യുക്തിവാദികള്, നിരീശ്വരവാദികള്, ഇതെന്ന് പറഞ്ഞാൽ അവര് പറയണത് നമുക്ക് മക്കളുടെ മക്കൾ കേൾക്കണുള്ളൂ. അതുകൊണ്ട് തന്നെ അപ്പൊ ഖിയാമത്ത് പറയുമ്പോഴേ, മഹ്ശറൊക്കെ പറയുമ്പോൾ യുക്തിപരമായുള്ള ചോദ്യം വരുന്ന നാടാണ് ഇപ്പൊ എല്ലാ സ്ഥലവും. അപ്പൊ അത് അടച്ചിട്ടേ ഈ വിഷയം പറയാൻ പാടുള്ളൂ. പക്ഷെ ഞാൻ അതിലേക്ക് പോയാൽ പറ്റൂലാത്തോണ്ട് അതിലേക്ക് പോണില്ല. മക്കൾ അധികം യുക്തിവാദിക്ക് ചിന്തിക്കാവുന്ന, യുക്തിവാദി ഈ സമുദായത്തിന്റെ മക്കളെയും കൂടി പിടിച്ചെടുക്കാവുന്ന ശൈലിയിലാണ് ഉപദേശം കൊടുക്കുന്നത്. മറുഭാഗത്തോടെ മക്കൾക്ക് അറിയില്ല. എന്തുകൊണ്ടറിയില്ല? നമ്മൾ പഠിപ്പിച്ചിട്ടില്ല. എല്ലാം പെരുകിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ യുക്തിയും നിരീശ്വരമൊക്കെ അവിടെ നിൽക്കട്ടെ. നിങ്ങൾ വിശ്വാസികളാണ്, മൂമിനീങ്ങളോട് മൂമിനാത്തലോട് ഞാൻ ഈ പറയണേ. ആ ശൈലിയിൽ ഇപ്പൊ സംസാരം തുടരാം. വിശാലമായ മഹ്ശറ, ഭയാനകമായ മഹ്ശറ, നെട്ടോട്ടോടുമാണ് പടപ്പുകൾ. എന്താ മഹ്ശറ എന്നൊക്കെ പറഞ്ഞപ്പോ നിസ്സാര കാര്യമാണോ? പടച്ചവനെ ഞങ്ങളത് ഈ നരകത്തിലേക്കൊന്ന് അങ്ങോട്ട് മാറ്റിത്താട്ടെ അല്ലാ എന്ന് പടപ്പുകൾ ആവശ്യപ്പെടുന്നതാണ് മഹ്ശറ. അപ്പൊ നരകത്തിനേക്കാൾ കടുപ്പാണെന്നേ പറഞ്ഞത്. അങ്ങനെ നെട്ടോട്ടമോടുമ്പോൾ കുറെ ആളുകൾ പ്രത്യേകമായ കിരീടം ധരിച്ച് പ്രത്യേക ഇരിപ്പിടത്തിൽ ആദരിക്കപ്പെട്ടിരിക്കുന്നു. ഓടുന്ന ജനങ്ങൾ ഈ കിരീടത്തിൽ നിന്ന് വരുന്ന പ്രകാശമാണ് ശ്രദ്ധിക്കുന്നത്. അങ്ങനെയല്ലേ? ഇതെവിടെ അലങ്കാര ബൾബ് കിട്ടുക? എന്തിനാ? കൂടെ ശ്രദ്ധിക്കാനാണ്. ദേ വരുന്നു അഴകുകൾ, നല്ല വെളിച്ചം ഇങ്ങനെ വരികയാണ്. ജനങ്ങൾ ഓട്ടത്തിൽ അങ്ങോട്ട് ശ്രദ്ധിക്കുകയാണ്. എല്ലാവരും നെട്ടോട്ടാണ്, ആർക്കും അന്തമില്ല. അങ്ങനെ നോക്കുമ്പോൾ സ്വസ്ഥമായിരിക്കുന്ന ഈ പടപ്പുകൾ കാണുമ്പോൾ എല്ലാവരും അന്തം വിടും. ആരാണ് റബ്ബേ ഈ സ്ത്രീകൾ? ആരാണ് നാഥ ഈ പുരുഷന്മാർ? പടച്ചവന്റെ ഭാഗത്ത് നിന്ന് മാലാഖമാർ വിളിച്ചു പറയുന്നു, ഈ ഇരിക്കുന്ന ആണുങ്ങളും പെണ്ണുങ്ങളും സ്ത്രീകളും പുരുഷന്മാരും മൻ ഖറഅൽ ഖുർആന വഅമില ബിമാ ഫീ, ഇവർക്ക് അല്ലാഹു തആല മക്കളെ നൽകി. ആ മക്കൾക്ക് അല്ലാഹു തആല ആ മക്കൾക്ക് അവർ ദീൻ പഠിപ്പിച്ചു കൊടുത്തു, ഖുർആൻ പഠിപ്പിച്ചു കൊടുത്തു, തിരുസുന്നത്ത് പഠിപ്പിച്ചു കൊടുത്തു, ദീനി ഉലൂമുകൾ പഠിപ്പിച്ചു കൊടുത്തു. അതനുസരിച്ച് ആ മക്കൾ ജീവിച്ചു. അങ്ങനെ ജീവിച്ചതായ മക്കളുടെ മാതാപിതാക്കളാണ് ഈ ആദരിക്കപ്പെട്ടിരിക്കുന്നത്. മക്കളെ വളർത്തുന്നതിന്റെ മക്കളെ വളർത്തുന്നത് എന്തിനെന്നുള്ള ഒരു മറുപടി. അപ്പൊ ഇവിടെ ഇരിക്കുന്നവരെല്ലാരും മക്കളാ. ഞാൻ നിങ്ങളോട് പറയാണ്, നിങ്ങളൊക്കെ മക്കളാ. അല്ലാണ്ട് ആരും മാവേന്ന് കുലുക്കി പറിച്ച ഒന്നും ഇവിടെ ആരും ഒന്നും ഇരിക്കണില്ല. എല്ലാവരും മക്കളാണ്. വാപ്പ രാവിലെ ഇങ്ങനെ കസേരയിൽ ഇങ്ങനെ മലന്ന് കിടക്കുകയാണ്. കല്യാണം കഴിഞ്ഞിട്ട് ഒരു കൊല്ലം ആവാറായി. ഉമ്മയാണെങ്കിലും അവിടെ വേറൊരു കസേരയിൽ അങ്ങനെ ചാരിയിരിക്കുകയാണ്. അപ്പൊ ഉമ്മ ചോദിച്ചു, നമ്മുടെ കല്യാണം കഴിഞ്ഞിട്ട് ഒരു കൊല്ലം ആവാറായല്ലോ. അതേടി ഒരു കൊല്ലം ആവാറായി, നമുക്കൊരു മോൻ വേണ്ടേ? പിന്നെ ഒരു മോൻ നമുക്ക് വേണം. അപ്പൊ വാപ്പ ഇങ്ങനെ മുകളിലേക്ക് ഒരു വലി, ഇങ്ങനെ ഒരു വലി. അപ്പൊ ഉമ്മ, മൂത്ത മോൻ ഇങ്ങനെ, ഇവിടെ ഏതെങ്കിലും മോൻ ഉണ്ടായിട്ടുണ്ടോ? ഏതെങ്കിലും കാക്കാക്ക്? പാപ്പ മേപ്പോട്ട് വലിച്ചു, ഉമ്മ ഒരു തുപ്പ് തുപ്പി. അങ്ങനെ ഉണ്ടായതാണോ ഇരിക്കണമൊക്കെ? നിങ്ങളെയൊക്കെ, നിങ്ങളുടെ എല്ലാം ഉമ്മമാര് 10 മാസം, അത് എത്ര കറക്റ്റായിട്ട് ഖുർആൻ വരച്ച് കാണിക്കണമെന്നറിയോ? ഇടങ്ങേറ് പിടിച്ച് ചുമക്കലല്ലേ? മരണവേദനയോട് അടുത്ത വേദന എന്ന് പറഞ്ഞാൽ ഈ പ്രസവത്തിന്റെ വേദന കഴിഞ്ഞാൽ പിന്നെ അടുത്ത വേദന മരണത്തിന്റെയാണ്. അത്ര കടുപ്പം. അങ്ങനെ ഉണ്ടായതല്ലേ? ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, നിങ്ങളുടെ വാപ്പായും ഉമ്മായും സ്വർഗീയ കിരീടം മഹ്ശറയിൽ കൂടാവുന്ന നിലവാരത്തിലേക്ക് നിങ്ങൾ ആര് പ്രവർത്തിച്ചു? ഇതാ നമ്മൾ വിലയിരുത്തേണ്ട ഒരു പോയിന്റ് ഇതിനകത്തുണ്ട്. എന്ന് പറഞ്ഞാൽ നിങ്ങൾ കളവ് പറയാൻ സാധ്യതയുള്ള സ്ഥലത്ത് സത്യം പറഞ്ഞാൽ നിങ്ങളുടെ മാതാപിതാക്കൾ ആദരിക്കപ്പെടുകയാണ്. നിങ്ങൾ നമസ്കാരം അലസതയില്ലാതെ അള്ളാഹ്ക്ക് വേണ്ടി സുജൂദ് ചെയ്യാൻ തയ്യാറായാൽ നിങ്ങളുടെ ഉമ്മയും ഉപ്പയും രക്ഷപ്പെടുകയാണ്. സഹോദരിമാരെ, നിങ്ങൾ അള്ളാഹ് പൊരുത്തപ്പെട്ട നിമിത്തങ്ങൾ കാണിച്ചെന്ന വേഷവിധാനം സ്വീകരിക്കാൻ തയ്യാറായാൽ നിങ്ങളുടെ മാതാപിതാക്കൾ രക്ഷപ്പെടുകയാണ്. നിങ്ങൾ നന്മ പ്രവർത്തിക്കുന്നതിലൂടെ നിങ്ങൾ മാത്രമല്ല നിങ്ങളുടെ മാതാപിതാക്കൾ രക്ഷപ്പെടുകയാണ്. മഹ്ശറയിൽ ഇങ്ങനെ ചെല്ലുന്നു ചില ആളുകള്, അല്ലാഹുവേ 3 സ്ഥലമാണ് പ്രതിസന്ധി. പടച്ചവനെ പേര് വിളിക്കുന്ന ഭാഗം, അതായത് നന്മയാണോ തിന്മയാണോ കൂടുതൽ എന്ന് തിട്ടപ്പെടുത്തുന്ന സമയം, അതാണ് മീസാൻ. വൽ വസ്നു യൗമൈദിനിൽ ഹഖ്. അവിടെ അങ്ങോട്ട് ചെല്ലുമ്പോ തന്നെ പെട്ടെന്ന് വിളിച്ചു പറയാൻ, ഇന്നാലിന്റെ പിതാവിന്റെ മകൾ, ഇന്നാലിന്റെ പിതാവിന്റെ മകൻ ഒരിക്കലും പരാജയപ്പെടാതെ വിജയിച്ചിരിക്കുന്നു. അത്ഭുതം. ഈ മനുഷ്യനും കൂടെ ചെല്ലുമ്പോ ഇങ്ങനെ വിളിച്ചു പറഞ്ഞ ഭയങ്കര അത്ഭുതം. അത് കഴിഞ്ഞ് കിതാബിന്റെ ഭാഗത്തേക്ക് ചെല്ലുകയാണ്. പടച്ചവനെ, എന്റെ തലയ്ക്ക് മുകളിലൂടെ മറുഭാഗത്തേക്ക് ഗ്രന്ഥം കടന്നു പോവോ അല്ലാഹ്? അതെയോ മുൻഭാഗത്തെ വലത് കൈയിലേക്ക് കിട്ടുമോ തമ്പുരാനെ? ഇങ്ങനെ അന്തം വിട്ട് ചെല്ലുമ്പോൾ
നേരെ കിതാബും കയ്യിലേക്ക്. അപ്പൊ ഇതൊരു വലിയ അത്ഭുതമാണ്. പടച്ചവനെ, ഈ മനുഷ്യൻ ഇനി സിറാത്തിന്റെ കവാടത്തിലേക്ക് ചെല്ലുകയാണ്. അവിടെ വിളിക്കുക, അല്ലാഹുമ്മ സല്ലിം സല്ലിം, യാ റബ്ബി സല്ലിം സല്ലിം. ഇനി പോരെ, ധൈര്യമായിട്ട് പോരെ. അപ്പോഴാണ് ഈ മനുഷ്യൻ അന്തം വിട്ടുകൊണ്ട് യാ റബ്ബി അന്നാലി ഹാദാ, പടച്ചവനെ ഇത്രയും വലിയ പരിഗണനയും മഹ്ശറിൽ കിട്ടാൻ ഞാൻ ദുനിയാവിൽ അത്രമാത്രം ഒന്നും ചെയ്തില്ലല്ലോ അല്ലാഹ്. മാലാഖമാർ വിളിച്ചു പറയുന്നു, ബിദുആഇ വലദിക. ഇവിടെ നീ രക്ഷപ്പെട്ടത് എന്തുകൊണ്ടാണെന്നറിയോ? അവിടെ നീ വിജയിച്ചത് എങ്ങനെയാണെന്നറിയോ? ഇവിടെ നിന്നെ മാടി വിളിക്കുന്നത് എന്തുകൊണ്ടാണെന്നറിയോ? നിന്റെ പൊന്നോമന മക്കളുടെ ദുആ കൊണ്ടിട്ടാണ്. ഇദാ മത്തൽ ഇൻസാൻ, ഒരു മനുഷ്യൻ മരിച്ചാൽ എല്ലാ നന്മകളും നിൽക്കും, മൂന്നെണ്ണം ഒഴികെ. വവലദുൻ സാലിഹുൻ യദ്ഉ ലഹു, ആഖിറത്തിലേക്ക് കിട്ടുന്ന ഇവിടെ ഇരിക്കുന്ന മക്കളോട് ഞാൻ ചോദിക്കുകയാ, നൊന്തവെറ്റ മാതാവ് മണ്ണിന്റെ അടിയിലല്ലേ? എത്ര ദിവസം ആ ഉമ്മാക്ക് വേണ്ടി ഒരു ഫാത്തിഹ ഓതി, 3 ഇഖ്ലാസ് ഓതി, ഒരു മുവദത്തൈനി ഓതി, ഒരു 10 സലാത്ത് ചൊല്ലി റബ്ബേ എന്റെ ഉമ്മച്ചിക്ക് നീ പൊറുക്കണേ അല്ലാഹ് എന്ന് ഡെയിലി ആവശ്യപ്പെട്ട എത്ര മക്കളുണ്ട്? നിങ്ങൾ നന്മ ചെയ്യുമ്പോൾ മാതാപിതാക്കൾ ഉയരുകയാണ്. ഇതിനാണ് മക്കള്. മഹ്ശറയിൽ എല്ലാ സ്ഥലത്തും പ്രത്യേകമായ പരിഗണന. ഇമാം നബവി തങ്ങൾ പഠിപ്പിക്കുകയാണ്, വിശാലമായൊരു മൈതാനം, നിറയെ ജനങ്ങള്, എന്തൊക്കെയോ തിരക്കായിട്ട് പറക്കി പറക്കി എടുക്കുകയാണ് ആളുകള്. ഒരാളവിടെ സ്വസ്ഥമായിരിക്കുന്നു, ഒരു തിരക്കിനകത്തും പെടുന്നില്ല. ചോദിച്ചു, എന്താണ് സഹോദര നിങ്ങൾ എങ്ങനെ ഇരിക്കുന്നത്? എന്താണ് ഇവരൊക്കെ പറക്കിക്കൊണ്ടിരിക്കുന്നത്? ആ മനുഷ്യൻ പറഞ്ഞു, അവർക്ക് ആവശ്യമുള്ളത് അവർ പറക്കുന്നു, എനിക്ക് ആവശ്യമില്ലാത്തതുകൊണ്ട് ഞാൻ പറക്കുന്നില്ല. മനസ്സിലായില്ലല്ലോ? ഇതെല്ലാം മരണപ്പെട്ട മനുഷ്യരുടെ ആത്മാവുകളാണ്. ഇവർ പറക്കിക്കൊണ്ടിരിക്കുന്നത് മൂമിനീങ്ങളുടെയും മൂമിനാത്തുകളുടെയും ദുആയാണ്, പ്രാർത്ഥനയാണ്. ഏത് ദുആയിലാണ് നമ്മൾ മൂമിനാങ്ങൾക്കും മുസ്ലിമാത്തുകൾക്കും ദുആ ചെയ്യാത്തൊരു പ്രാർത്ഥനയുള്ളത്? നിങ്ങളുടെ ഈ ചിലിങ്കോട് പള്ളി ഉണ്ടായ കാലം പോലെ ഈ കാലം വരെ നമ്മുടെ ഖത്തീബ് ഖാദി ഉസ്താദ് അവർകൾ അല്ലാഹുമ്മ ഗ്ഫിർ ലനാ വലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് എന്ന് ദുആ ചെയ്യാണ്ടിരുന്നിട്ടുണ്ടോ? അതാണ് പറക്കിക്കൊണ്ടിരിക്കുന്നത്. എനിക്ക് ആ തിരക്കിലേക്ക് പെടേണ്ട കാര്യമില്ല. എന്റെ പൊന്നുമോൻ പരിശുദ്ധ ഖുർആൻ 30 ജുസ് മനപ്പാടമാക്കിയ മോനാണ്. ആ മോനിതാ അങ്ങാടിയിൽ അലുവ കച്ചവടം നടത്തുന്നുണ്ട്. പക്ഷേ അവൻ കച്ചവടക്കാരനാണെങ്കിലും നാവിൽ ഇങ്ങനെ ഖുർആൻ പാരായണം നടന്നുകൊണ്ടിരിക്കുകയാണ്. 30 ജുസ് എത്തുമ്പോൾ അവൻ ദുആ ചെയ്യും, അല്ലാഹ് ഞാൻ ഈ ഓതിയ പരിശുദ്ധ കലാമുകളുടെ മിഥിൽ സവാബ് എന്റെ ഖബറിൽ കത്തിരിക്കുന്ന ഉപ്പിച്ചിക്ക് നീ നൽകണേ തമ്പുരാനെ. എന്റെ മകൻ എനിക്ക് അങ്ങനെ സമ്മാനിക്കുന്നത് കൊണ്ട് ഈ തിരക്കിനകത്ത് എനിക്ക് ഇടപെടേണ്ട കാര്യമില്ല. ഇതിനാണ് മക്കള്. ചുമ്മാ ആത്മപരിശോധന നടത്ത്. നമ്മുടെ എത്ര മക്കൾ നമുക്ക് ഇതുപോലെ ഫലപ്പെടും? ദുനിയാവിൽ നിന്നുള്ള അവിടെ നിൽക്കട്ടെ, മരിക്കുമ്പോ സൂറത്ത് റഅദ് യാസീനോ കോതി തന്നെ അവിടെ നിൽക്കട്ടെ. അത് ദുനിയാവിലുള്ളതാണ്. ആഖിറത്തിലേക്കുള്ള പടി തുറക്കണതാണത്. അതൊക്കെ അവിടെ നിൽക്കട്ടെ. അവശതയായി കിടക്കുമ്പോൾ വെള്ളം കോരി തന്നതൊക്കെ അവിടെ കിടക്കട്ടെ. ഓഹ് അല്ലാ അല്ലാ. ഒരു രോഗിനെ കാണാൻ വേണ്ടി ചെന്നു. പടച്ചവനെ, നല്ല ഗവൺമെന്റ് ഉദ്യോഗസ്ഥനാ, റിട്ടയർഡായി, ഒരു മോനേ ഉള്ളൂ. ചെന്ന് കണ്ടു കഴിഞ്ഞപ്പോ വലിയ സന്തോഷം. എന്നെ കണ്ടതിന്റെ പുറമെ തന്നെ മോനെ കണ്ടപ്പോ മോനോട് ഒരു മോനെ വെള്ളം വെള്ളം മോനെ വെള്ളം തട്ട മോനെ. ഒരു മനുഷ്യങ്ങളും ചോദിക്കുകയാണ്. ഞാൻ ചോദിച്ചു, എടാ വെള്ളം കൊടുക്കുമോനെ? അല്ല ഉസ്താദ്, ചുമ്മാ ചോദിക്കണതാണ്. എനിക്ക് തന്ന ചായ ഞാൻ കൊടുക്കാൻ വേണ്ടി തയ്യാറായപ്പോ പറഞ്ഞു, വേണ്ട ഉസ്താദ് ഞാൻ കൊടുത്തോളാം. 1/2 ഗ്ലാസ് കൊണ്ടുവന്ന് കൊടുത്തു. എന്താണ് 1/2 ഗ്ലാസ്? അത് മുഴുവൻ കൊടുത്താൽ വലിയ പാടാ ഉസ്താദ്. രാത്രിയിൽ 4-5 പ്രാവശ്യം മൂത്രം ഒഴിക്കാൻ എണിപ്പിക്കേണ്ടി വരും. അതുകൊണ്ട് കുറച്ച് കൊടുക്കണതാണ്. നിങ്ങളത് ചിന്തിച്ചു നോക്കി. ഈ ദുനിയാവിൽ അതവിടെ നിന്നോട്ടെ, ദുനിയാവിൽ നമ്മൾ പറയണില്ല. ആഖിറത്തിലേക്ക് നമ്മുടെ മക്കൾ ബലപ്പെടുന്ന ചില ഭാഗങ്ങളാണ് ഇപ്പൊ ഈ പറഞ്ഞു തന്നത്. ഈ നിലയ്ക്ക് നമ്മുടെ മക്കൾ നമ്മൾ ആഖിറത്തിലേക്ക് ഫലപ്പെടണമെങ്കിൽ എന്ത് ചെയ്യണം? അഷ്റഫുൽ ഖൽഖ് നബീന റസൂലുള്ളാഹി വരച്ച് കാണിച്ചു തരികയാണ്. വരച്ച് ഇപ്പൊ തന്നെ വിട്ടേക്കല്ല കേട്ടോ. കഴിയുന്നതും എല്ലാവരും ഇരിക്കാൻ പറ്റുമെങ്കിൽ ഇരിക്കുക, അല്ലെങ്കിൽ വല്ല വയറിളക്കം ഉള്ളവരൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് പോവുക. കാരണം അവരോട് ഇരിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ സദസ്സാകെ നാറും. അപ്പം അങ്ങനെയുള്ളവരൊക്കെ എഴുന്നേറ്റ് പോവുക, അല്ലാത്തവരൊക്കെ അവിടെ ഇരിക്കുക കേട്ടോ. നമ്മുടെ ഈ പരിപാടി ഇപ്പം തീർത്തേക്കാം, നിങ്ങളാരും ഇടങ്ങേറാക്കൊന്നുമില്ല. നേരത്തെ ഉസ്താദ് പറഞ്ഞതുപോലെ വെള്ളിയാഴ്ച രാവാണ്. നമുക്ക് ഈ പിള്ളേരൊക്കെ വേറെ ഇളക്കമുള്ള പിള്ളേരാണോ? എന്നാൽ വേഗം പോവാൻ, ഇനിയും കൂടി വന്നേക്കരുത് കേട്ടോ. അങ്ങനെ ഒരു കാര്യമുണ്ട്. പോണത് പിന്നെ ഒരെണ്ണം കൂടി തിരിച്ചു വന്നേക്കരുത്. അല്ലാത്തവരൊക്കെ ഇരിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല മക്കളെ കൊണ്ട് അഭിമാനിക്കുന്ന മാതാപിതാക്കളിൽ നമ്മളെല്ലാം അല്ലാഹ് പെടുത്തി തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മൾ അതിനുവേണ്ടി നമ്മുടെ മക്കളെ വളർത്തണം. മക്കളെ കൊണ്ട് അഭിമാനിക്കുക. നബി തങ്ങൾ വരച്ച് കാണിച്ചു തരികയാണ്. നിങ്ങൾക്ക് ആഖിറത്തിൽ ഇതുപോലെ മക്കൾ ഫലപ്പെടണമെങ്കിൽ
നിങ്ങൾ എന്ത് ചെയ്യണം? ജനിച്ചതു മുതൽ 16 വയസ്സ് വരെ. ശ്രദ്ധിച്ചോട്ടോ, നമ്മളൊരു പണി ചെയ്തിട്ടില്ലെങ്കിൽ പിന്നെ ആ പണിയുടെ പ്രതിഫലം ചോദിക്കാൻ നമ്മൾ അർഹരല്ല. തങ്ങൾ പറയുന്നു, ജനിച്ചാൽ ജനിച്ചിങ്ങോട്ട് വീണ് കഴിഞ്ഞാൽ ഉടനെ ചെയ്യേണ്ടത് വലത്തെ ചെവിയിൽ ബാങ്ക് കൊടുക്ക്, ഇടത്തെ ചെവിയിൽ ഇഖാമത്ത് വരച്ച് കാണിക്കുകയാണ്. ഉണ്ടായ സമയം മുതൽ 16ാമത്തെ വയസ്സ് വരെ. നമ്മൾ എത്ര ആൾക്കാർ ചെയ്തിട്ടുണ്ടെന്ന് വിലയിരുത്തിയിട്ട് എൻ്റെ മക്കളെ കൊണ്ട് ഇവിടെ സന്തോഷിക്കാൻ ഞാൻ അർഹനല്ല, തീരുമാനമെടുക്കുക. തങ്ങളോടല്ലേ ചോദിച്ചേ? ഒരു പിന്നെ സഹാബി വന്നിട്ട് എൻ്റെ മോൻ എന്നെ വല്ലാതെ വേദനിപ്പിക്കുകയാണ്. നീ നിന്റെ മോന് കേടായിട്ട് എപ്പോഴെങ്കിലും സംസാരിച്ചിട്ടുണ്ടോന്നാ ചോദ്യം. അതേ, എൻ്റെ നാവിൽ നിന്ന് അങ്ങനെ വന്നു പോയിട്ടുണ്ട്. എന്നാൽ അവന്റെ ഭാഗത്തുനിന്നുണ്ട വേദന നീ അനുഭവിച്ചേ പറ്റൂ. കാരണം നമ്മളാ കണ്ട, കാരണക്കാര് നമ്മളാണ്. ഇബ്രാഹിം സയ്യാത്ത് റളിയല്ലാഹു തആല അൻഹു വിശാലം ഒരു ദീർഘമായ യാത്ര ഇല്ല. ആരിഫായ മഹാനായ ഞാൻ ഈ പറഞ്ഞ ആള്, കുറെ ജനങ്ങൾ കൂടെയുണ്ട്, ഒരു വലിയ ദീർഘമായ യാത്ര. മരുഭൂമിയില് യാത്രയുടെ ഇടയിൽ ഒരു തമ്പൊക്കെ കെട്ടി നിസ്കരിക്കാനും ഭക്ഷണം കഴിക്കാനും വിശ്രമിക്കാനും. അങ്ങനെ അവർ നിസ്കാരമൊക്കെ കഴിഞ്ഞു, ഭക്ഷണമൊക്കെ കഴിഞ്ഞു, കിടന്നു. ഉറക്കത്തേലേക്ക് അങ്ങോട്ട് കടക്കുമ്പോൾ ഭയങ്കരമായ കഴുതയുടെ അലറിക്കരയുന്ന സൗണ്ട്. ശ്രദ്ധിച്ചോളണം, ഇത് ഈ അനുഭവങ്ങളൊക്കെ പറഞ്ഞതിനെന്നറിയോ? ഓഫില്ലി ആയാത്തുൽ ലിൽ മൂഖിനി. ഇത് രണ്ടുകാലികളോടല്ല ഈ പറയണേ, ബുദ്ധിയുള്ള മനുഷ്യരോടാണ്. ബുദ്ധിയുള്ള മനുഷ്യർക്ക് ഇതിനകത്തൊക്കെ പാഠമുണ്ട്. അയൽവക്കത്തെ ഒരു പെൺകുഞ്ഞ് ഏതോ ജാതിക്കാരന്റെ കൂട്ടത്തിൽ ഓടിപ്പോയി. നിനക്കല്ല പാഠം തരികയാണ്. പഠിച്ചവനെ, എനിക്ക് മോളുണ്ടല്ലോ, അല്ല എന്റെ മോള് പോയിരിക്കാൻ ഞാൻ എന്ത് ചെയ്യണം? അയൽവക്കത്തെ മോൻ, അപ്പുറത്തെ മോൻ അവന്റെ വാപ്പാനെ ആക്ഷേപിക്കുകയാണ്, ബലപ്പെടുത്തുകയാണ്. എനിക്ക് മോനുണ്ടല്ലോ, അല്ല എനിക്കങ്ങനെ വരാതിരിക്കാൻ ഞാൻ എന്ത് ചെയ്യണം റബ്ബേ? അതാണ് തുർക്കിയെ അള്ളാഹു മറിച്ചു. പഠിച്ചവനെ ഇവിടെ മറിയാതിരിക്കാൻ എന്ത് ചെയ്യണോ? അല്ല അത് തങ്ങൾ പറഞ്ഞ നമ്മൾ ചെയ്യണം. വിഷയം അതല്ലാത്തോണ്ട് ഞാൻ തുടങ്ങില്ല. എല്ലാത്തിനകത്തും പാടോണ്ടേ. വിശാലമായ യാത്രയിൽ ഒരു തമ്പ് കെട്ടി ഇവർ വിശ്രമിക്കാൻ വേണ്ടി, അങ്ങനെ ഉറങ്ങാൻ വേണ്ടി തുടങ്ങുമ്പോ കഴുതയുടെ സാധാ കരച്ചിലല്ല, അലറിക്കരയുന്ന സൗണ്ട്. ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റു, പുറത്തേക്കുള്ള വെളിച്ചമൊക്കെ വെച്ച് നോക്കി, കഴുതയില്ല. വീണ്ടും വന്ന് കിടന്നു. ഉറക്കത്തിലേക്ക് അങ്ങോട്ട് തീരുമ്പോ വീണ്ടും കഴുതയുടെ സൗണ്ട്. ആ രാത്രിയിൽ അവർക്ക് ഉറങ്ങാൻ കഴിഞ്ഞില്ല. സുബി നമസ്കരിച്ചു, നേരം വെളിച്ചം വീശിയപ്പോൾ പുറത്തേക്കിറങ്ങി, ഒരു കാൽപ്പാടും കഴുതയുടെ കാണുന്നില്ല. അത്ഭുതമാണ്. കഴുത ഇവിടെ വന്നെങ്കിൽ കാൽപ്പാട് കാണണ്ടേ? ഇല്ല. അവരിങ്ങനെ മുന്നോട്ട് നടന്നു. കുറെ നടന്നപ്പോൾ കാണാൻ ഒരു പുല്ലുമേഞ്ഞ വീട്. ആ വീടിന്റെ ഉമ്മറത്ത് പുലികം വരെ നരച്ച ഒരു വൃദ്ധയായ തള്ളയിരിക്കുന്നു. അവരാ വീടിന്റെ അടുത്തേക്ക് കയറി ചെന്നിട്ട് ചോദിച്ചു, ഉമ്മ, ഞങ്ങൾ ഇന്ന നാട്ടിൽ നിന്നും ഇന്ന നാട്ടിലേക്ക് യാത്ര പോകുന്ന സംഘമാണ്. ഇവിടെ ഞങ്ങളൊരു തമ്പടിച്ചു, പക്ഷേ ഞങ്ങൾക്ക് ഉറങ്ങാൻ കഴിഞ്ഞില്ല. കഴുതയുടെ അലറിക്കറിയുന്ന സൗണ്ട്. എവിടെ നിന്നാണ് ഉമ്മ ഈ കഴുത ഇവിടെ വരുന്നത്? ഞങ്ങൾക്ക് കാൽപ്പാടൊന്നും കാണാൻ കഴിഞ്ഞില്ലല്ലോ. ഇങ്ങോട്ട് അടുത്തേക്ക് വാ മക്കളെ. ഈ സംഘം അടുത്തേക്ക് ചെന്നപ്പോൾ ആ ഉമ്മ പറഞ്ഞു, വളരെ ചെറുപ്പത്തിൽ വിധവയായി തീർന്ന ഒരു സ്ത്രീയാണ് ഞാൻ. അല്ലാഹുവേ, അല്ലാഹുവേ, ഈ ചിലങ്കോട് ഭർത്താവ് മരണപ്പെട്ടതിന്റെ പേരിൽ, ഭാര്യ മരണപ്പെട്ടതിന്റെ പേരിൽ ഒറ്റയ്ക്ക് താമസിക്കുന്ന ഇണകൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ പടച്ചതമ്പുരാനെ അവരുടെ ശേഷിക്കുന്ന ജീവിതം എനിക്ക് എൻ്റെ ഇണയുണ്ടായിരുന്നെങ്കിൽ റബ്ബേ എന്ന് ചിന്തിക്കാവുന്ന അവസ്ഥയിലേക്ക് എത്തിക്കാതെ പടച്ചവനെ ക്ഷമിച്ചും സഹിച്ചും സന്തോഷത്തോടെ ജീവിക്കാനുള്ള ഭാഗ്യം കൊടുത്ത് അനുഗ്രഹിക്കണേ അല്ലാഹ്. ഒരാൾ മരിച്ചിട്ട് ഒരാൾ ജീവിക്കുക എന്നുള്ളത്, മക്കളുണ്ട് ശരി തന്നെ, മരുമക്കളുണ്ട് ശരി തന്നെ, പേരക്കുഞ്ഞുങ്ങളൊക്കെ ശരി തന്നെയാണ്. പക്ഷേ ഭാര്യയ്ക്ക് ഭർത്താവ്, ഭർത്താവിന് ഭാര്യ, സമുദായത്തിൽ ധാരാളം വിധവകളായ പെൺകുട്ടികളുണ്ട്, ധാരാളം. അത് കൂടിക്കൊണ്ടിരിക്കുകയാണ്. പടച്ചവനെ, പടച്ചവനെ, ഇവിടെ കൂടിയതിൻ്റെ ബർക്കത്തുണ്ട്. മഹാന്മാരെ ഇവിടെ കേൾക്കുന്ന അല്ലാഹുവിൻ്റെ ഔലിയാക്കന്മാരുടെ കറാമത്ത് കൊണ്ട് ഇവിടെ കൂടെ ഞങ്ങൾക്ക് ആർക്കും അല്ലാഹുവേ അങ്ങനെയുള്ള പരീക്ഷണം വരാതെ കാത്തുരക്ഷിക്കണേ അല്ലാഹ്. ഈ തള്ള പറയാണ്, വളരെ ചെറുപ്പത്തിൽ ഞാൻ വിധവയായി മക്കളെ. എനിക്കൊരു മോനാണ്. കണ്ണിലുണ്ണിയായ എൻ്റെ മോനു വേണ്ടി പല വിവാഹാലോചനകളും വന്നു, ഞാനത് ഒഴിവാക്കി കളഞ്ഞു. എൻ്റെ മോനെ ഞാനെങ്ങനെ ഓമനിച്ച് വളർത്തി. പക്ഷെ വളർന്നു വരുന്തോറും ആ മോന്റെ സ്വഭാവത്തിൽ വലിയ മാറ്റം വരികയാണ്.
ഞാൻ എന്ത് പറഞ്ഞാലും ആ മോന്റെ മറുപടി ഹിമാറെ എന്നോട് പറയണ്ട. ഇതെന്നെ വല്ലാതെ സങ്കടപ്പെടുത്തി. ഞാനൊരു ദിവസം പ്രധാനപ്പെട്ട ഒരു കാര്യം, അവനത് അംഗീകരിച്ചാൽ വലിയ ഗുണമുള്ള കാര്യമാണ്, വലിയ പ്രതീക്ഷയോടെ ഞാനത് അവന്റെ മുന്നിൽ വെച്ചപ്പോൾ അവന്റെ മറുപടി പഴയത് തന്നെ, ഹിമാറെ എന്നോടൊന്നും പറയണ്ട. സഹിക്കാൻ പറ്റാതെ ഞാനങ്ങ് പറഞ്ഞുപോയി, മക്കളെ അല്ലാഹുമ്മ ജഅൽ ഇബ്നി ഹിമാറാ, അല്ലാഹുവേ എന്റെ മോനെ നീ കഴുതയാക്കണേ തമ്പുരാനെ അങ്ങ് പറഞ്ഞുപോയി. മോന്റെ ശരീരത്തിന് പെട്ടെന്നൊരു വ്യതിയാനം, എന്ത് രോഗമാണെന്ന് വൈദ്യശാസ്ത്രത്തിന് പിടികിട്ടിയില്ല. നിസ്സാര ടൈം ദിവസത്തിന്റെ ഉള്ളിൽ അവൻ മരണപ്പെട്ടു. മരിച്ച അന്ന് മുതൽ ഈ ഗ്രാമവാസികളുടെ വീടിന്റെ അരികിലൂടെ അലറിക്കഴുന്ന കഴുതയുടെ ശബ്ദം കേൾക്കുകയാണ്. ഉലമാക്കളോട് വിഷയം അന്വേഷിച്ചപ്പോൾ ഇത് പടച്ച തമ്പുരാൻ തന്ന പാഠമാണ് സഹോദരി, നിങ്ങളുടെ മകൻ അല്ലാഹു തആല കൊടുത്തിരിക്കുന്ന ശിക്ഷയാണ്. ഫലാ തദ്ഉലാ ഔലാദിക്കും നൗകമാ ഖാല റസൂലുള്ളാഹി. ഏ മാതാപിതാക്കളെ, മക്കൾ എന്തെങ്കിലും അനുസരണക്കേട് തന്ന് കാണിച്ചാൽ അവർക്കെതിരിൽ നിങ്ങൾ ദുആ ചെയ്യല്ലേ എന്ന് മുത്ത് മുഹമ്മദ് റസൂലുള്ളാഹി. സലാസ ദഅവാത്തിൻ മുസ്തജാബാത്തുൻ ലാ ശക്ക ഫീഹിന്ന, 3 ദുആകൾ അല്ലാഹു തആല സ്വീകരിക്കും കേട്ടോ, യാതൊരു സംശയവുമില്ല. സ്വീകരിക്കുന്നതിന് നിർത്തിയില്ല, യാതൊരു സംശയവുമില്ല. ഒന്നാമത്തെ ദുആ ദഅവത്തുൽ വാലിദി, ഉമ്മ ഉപ്പ മക്കൾക്ക് വേണ്ടി ചെയ്യുന്ന ദുആയാണ്. സൂക്ഷിക്കണേ സൂക്ഷിക്കണേ. അകത്ത് ഗ്ലാസ് എടുത്ത മോക്കടെ കയ്യിൽ നിന്ന് ഗ്ലാസ് താഴെ പോയി, പൊട്ടിച്ചിതറിയപ്പോൾ ഉമ്മാടെ നാവിൽ നിന്ന് എടി എന്താടിയാ കേട്ടത്? ഗ്ലാസ് പൊട്ടിപ്പോയി ഉമ്മ. നീ ഏത് കുടുംബത്തിൽ ചെന്നാലും ചൊവ്വാവൂലാടി, രക്ഷപ്പെടൂല. കോടികൾ വിലമതിക്കുന്നതായ കാറ്, കിലോ കണക്കിന് സ്വർണം, എല്ലാവിധ സംവിധാനങ്ങളുമായിട്ട് മകളെ വിവാഹം ചെയ്തയച്ചാലും രക്ഷപ്പെടൂല മോനെ, രക്ഷപ്പെടൂല. കാരണം ഉമ്മാടെ നാവിൽ നിന്ന് വന്നുപോയി. നീ ഒരു കുടുംബത്തിൽ ചെന്നാലും രക്ഷപ്പെടൂലാടി, ചൊവ്വാവൂല. മോനൊരു കുരുത്തക്കേട് കാണിച്ചാൽ വാപ്പാ നീ പറയല്ലേ എടാ, നീ എന്ത് ചെയ്താലും രക്ഷപ്പെടൂലാടാ. ഏത് കച്ചവടം ചെയ്താലും രക്ഷയില്ല, ഗൾഫിൽ പോയാലും രക്ഷയില്ല, സ്വർണ്ണക്കട ചെയ്താലും രക്ഷയില്ല. കാരണം ഇവിടെ ശീലടിച്ചു പോയി. അതാ നബി തങ്ങൾ പറഞ്ഞത്, മക്കൾക്കെതിരിൽ നിങ്ങൾ ദുആ ചെയ്യല്ലേ. ദുആ ചെയ്യാന്ന് പറഞ്ഞാൽ 2 കൈയും പൊക്കിയിട്ട് അല്ലാഹുമ്മ റബ്ബനാ എന്ന് പറയില്ല മാത്രമല്ല, നാവിൽ നിന്ന് വന്നോ പോയി. ഞാനേ ഒരു കാര്യം ഇടയിൽ പറയട്ടെ. ഈ കാരണവന്മാരുടെ ഇടയിൽ ഒരു ശൈലിയുണ്ട്, എന്താണെന്നറിയോ? എടോ നീ എന്റെ മോനാ, നീ എന്നെ വേദനിപ്പിച്ച ദുനിയാവിൽ നീ അനുഭവിക്കൂട്ടോ, പാപ്പായാന്ന് മനസ്സിലാക്കിക്കും. അതുപോലെ ഉമ്മായും പറയും, എടി ഞാൻ നിന്റെ ഉമ്മായ, നീ എന്നെ വിഷമിപ്പിച്ചാൽ നീ രക്ഷപ്പെടില്ല, മനസ്സിലായിക്കോട്ടോ. ഇത് സംഗതി ഓക്കെയാ, ഇതിനൊന്നും കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഇത് നമ്മളെ പഠിപ്പിച്ച അഷ്റഫുൽ ഖൽഖ് നബിയുനാ റസൂലുള്ളാഹി, അതിന്റെ തൊട്ട് താഴെ മറ്റൊന്നും കൂടെ പറയുന്നുണ്ടോ വാപ്പാമാരെ, പറയുന്നുണ്ടടിയേ ഉമ്മാമാരെ. പൊന്നാനബി തങ്ങൾ പറയാ, ഇന്ന ലില്ലാഹി തആല ഇബാദൻ ലാ യുകല്ലിമുഹുമുല്ലാഹു യൗമൽ ഖിയാമ വലാ യുസക്കി വലാ യൻദുറു ഇലൈഹിം. 3 വിഭാഗം ആളുകളെ അല്ലാഹു തആല മഹ്ശറയില് ഒരു നിലയ്ക്കും പരിഗണിക്കില്ല എന്ന് മാത്രമല്ല, കർക്കശമായി അല്ലാഹു കൈകാര്യം ചെയ്യുന്നതാണ്. മഹ്ശറയില് കൈകാര്യം ചെയ്യാന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമല്ല ഈ പറഞ്ഞേ. അതാ ഞാൻ നേരത്തെ പറഞ്ഞ, ഞങ്ങളെ നരകത്തിലേക്ക് ആക്കുക അല്ലാഹ് ആവശ്യപ്പെടുക മഹ്ശറയിൽ കിടന്ന്. ആ മഹ്ശറയിൽ അല്ലാഹ് നോക്കാത്ത 3 പാർട്ടി. ഒന്നാമത്തെ പാർട്ടി ഏതാണെന്നറിഞ്ഞോ? മുത്തബർരിം ബിവാലിദൈ, ഉമ്മാനെ വാപ്പാനെ വേദനിപ്പിച്ച മക്കളാണ് കേട്ടോ, അവരെ ഒഴിവാക്കിയ മക്കളാണ് കേട്ടോ എന്ന് നബിയുനാ റസൂലുള്ളാഹി. നമ്പർ 1 അത് തന്നെ, നമ്പർ 1 അത് തന്നെ. പക്ഷേ തൊട്ടടുത്ത് രണ്ടാമത്തേത് മുത്തബർരിം ബിവലദി, മക്കളെ ശ്രദ്ധിക്കാത്ത ഉമ്മായും ബാപ്പായുമാണെന്ന് അഷ്റഫുൽ ഖൽഖ് നബിയുനാ റസൂലുള്ളാഹി. മക്കളെ വളർത്തുന്ന ഉപ്പമാരെ ഉമ്മമാരെ ചുമ്മാ തീറ്റ കൊടുക്കലല്ല, ലക്ഷങ്ങളുടെ ബുള്ളറ്റ് മേടിച്ചു കൊടുക്കൽ, ഓട്ടോർ സൈക്കിൾ കൊടുക്കലല്ല, കൊട്ടാരം പണിതു കൊടുക്കലല്ല, കോടികൾ വിലമതിക്കുന്ന സ്വർണ്ണാഭരണം കൊടുത്ത് കെട്ടിച്ചയക്കലല്ല. ഇതൊന്നും മഹ്ശറയിൽ നിനക്ക് രക്ഷപ്പെടാൻ പറ്റിയ സംവിധാനങ്ങളല്ല. മഹ്ശറയിൽ രക്ഷപ്പെടാൻ ജനിച്ചാൽ ഉടനെ വലത്തെ ചെവിയിൽ ബാങ്ക് കൊടുക്ക്, ഇടത്തെ ചെവിയിൽ ഇഖാമത്ത് കൊടുക്ക്. ചുമ്മാ മനസാക്ഷിയോട് ചോദിക്ക്, നിങ്ങളുടെ കൊച്ചിന് ചെയ്തിട്ടുണ്ടോ? ഇവിടെ ഇരിക്കുന്ന 50% പറയും ഇല്ല മുസ്ലിയാരെ. അടയ്ക്ക കൊണ്ടൊന്ന് കുഴിച്ചിട്ടിട്ട് തെങ്ങുണ്ടാവണമെന്നും ഞാൻ ഉണ്ടാവില്ല. അടയ്ക്ക കുഴിച്ചിട്ടാ ഞങ്ങളുടെ നാട്ടിലൊക്കെ
ഇവിടെ അടക്കമരം കുഴിച്ചിട്ടാ തെങ്ങുണ്ടാവും എന്നുള്ളത് എനിക്കറിയില്ല. കിട്ടൂല മോനെ മോളെ, കിട്ടൂല ട്ടാ. ചെയ്യേണ്ടത് ചെയ്യണം. ജനിച്ചിങ്ങോട്ട് വീണാൽ അള്ളാഹുവിന്റെ ദഅവത്ത് അങ്ങോട്ട് കൊടുക്കണം. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. ഇനി മോദി മാമാനെ വിളിക്കണ്ട. അതിന് സംവിധാനവും സൗകര്യമുള്ള ഹോസ്പിറ്റലുകൾ തിരഞ്ഞെടുക്കണം. ഇന്ന് ഞാൻ വേദനയോടെ ഒരു കാര്യം പറയാൻ, ഒരു മനുഷ്യനെ, രോഗിയായ ഒരു മനുഷ്യനെ ചികിത്സിക്കുന്നതിൽ വരെ മതവും ജാതിയും ഭാഷയും വർണ്ണവും നോക്കിക്കൊണ്ട് ചിന്തിക്കുന്ന ഒരു ന്യൂനപക്ഷം ആതുരാലയ രംഗത്തുമായി പോയി. നിങ്ങൾ വളരെ സൂക്ഷിക്കണം. ആംബുലൻസ് സൈറൻ വിളിച്ചോണ്ട് കയറി ചെല്ലുകയാണ്. ഗേറ്റിങ്ങൾ പാറാവുകാരൻ കൈ കാണിക്കും. എന്താണ്? ഓക്സിജൻ കൊടുത്തിരിക്കുന്ന രോഗിയാണ്. എന്താ പേര്? അബ്ദുറഹ്മാൻ. ഗെറ്റ് ഔട്ട്. ഈ ഇന്ത്യ രാജ്യത്തമ്മ കേട്ടോണ്ടിരിക്കുകയാണ്. ഇങ്ങനെ മനുഷ്യന്റെ ജാതിയും വർണ്ണവും ഭാഷയും മതവും നോക്കിക്കൊണ്ട് ചികിത്സിക്കുന്ന അവസ്ഥയിലേക്ക് എത്തിയപ്പോൾ പ്രസവത്തിനുള്ള ഹോസ്പിറ്റൽ തെരഞ്ഞെടുക്കേണ്ടത് സൂക്ഷിക്കണം. ചികിത്സിക്കാനുള്ള ഹോസ്പിറ്റൽ തെരഞ്ഞെടുക്കേണ്ടത് സൂക്ഷിക്കണം. ഒരു 40% ഇന്ന് അങ്ങനെ ചിന്തിക്കുന്ന ഹോസ്പിറ്റലുകളായി പോയി. 60% മാത്രമേ സ്വതന്ത്രമായി ചികിത്സ തരുന്ന ഹോസ്പിറ്റലുകൾ ഉള്ളൂ. അത് പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് ഞാൻ ഈ സന്ദർഭത്തിൽ പല ഭാഗത്തുനിന്നും കിട്ടുന്ന അനുഭവത്തിന്റെ പേരിൽ ഞാൻ പരസ്യമായിട്ട് പറയാണ്. വളരെ സൂക്ഷിക്കണം. എന്റെ മകള് ഗർഭവതിയാണ്, പ്രസവിക്കാൻ കൊണ്ടുവരികയാണ്. ഡോക്ടറെ, പ്രസവിച്ചാൽ മറ്റു ശബ്ദങ്ങളൊന്നും കേൾക്കുന്നതിന് മുമ്പ് എന്റെ കുഞ്ഞിന്റെ വലത്തെ ചെവിയിൽ ഇടത്തെ ചെവിയിൽ ഞങ്ങൾക്കൊരു പ്രാർത്ഥന ചൊല്ലിക്കൊടുക്കേണ്ടതുണ്ട്. അത് ഞങ്ങൾക്ക് സൗകര്യപ്പെടുത്താമെങ്കിൽ മാത്രമേ ഇവിടെ രോഗി അഡ്മിറ്റ് ആക്കാൻ പറ്റൂ. സാധ്യമല്ല എന്ന് പറഞ്ഞാൽ പിടിച്ചോണ്ട് പോന്നോളണം. അതിനുള്ള സൗകര്യം ചെയ്തു തരാം, നമുക്കവിടെ അഡ്മിറ്റ് ആക്കാം. എനിക്ക് 6 പേരക്കുഞ്ഞുങ്ങളുണ്ട്. 6 പേരക്കുഞ്ഞുങ്ങൾ. അല്ലാഹു സുബ്ഹാനഹു വ തആല മക്കളുടെയും പേരക്കുഞ്ഞുങ്ങളുടെയും ജനാസ കാണാൻ ഇവിടെ ഇരിക്കുന്ന ഒറ്റ ഉപ്പമാർക്കും ഉമ്മമാർക്കും അല്ലാഹു വിധി തരാതെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അങ്ങനെ പടച്ചവനെ, ഇവിടെ നാം പറഞ്ഞ കൂട്ടത്തിൽ ഏതെങ്കിലും പാവം അദ്ദേഹത്തിന്റെ കുഞ്ഞിനെയോ പേരക്കുഞ്ഞിനെയോ പള്ളിപ്പറമ്പിൽ അടക്കിയിട്ടുണ്ടെങ്കിൽ പടച്ചവനെ, നബി തങ്ങൾ പറഞ്ഞതുപോലെ സ്വർഗത്തിലേക്കുള്ളൊരു മുൻ വിരുന്നാക്കി അല്ലാഹു അതിനെ നീ കബൂലാക്കണേ തമ്പുരാനെ. എല്ലാം പരീക്ഷണങ്ങളാണെങ്കിൽ അത് സഹിക്കാൻ പറ്റില്ല. ബഹുമാനി മടിയിൽ ഇങ്ങനെ വെച്ചോണ്ടല്ലേ കണ്ണീരം കൂടി ആടിയത്. എന്താ റസൂലുള്ളാഹ് കൊച്ചിനെ മടിയിൽ വെച്ചോണ്ടേ, ജനാസ മടിയിൽ വെച്ചോണ്ട് അങ്ങനെ കരയൻ, കണ്ണീരം കൂടി ആടിയാൻ. എന്താണ് നബി? റഹ്മത്താണ്. എന്നിട്ട് അങ്ങ് പറഞ്ഞു പോയില്ലേ, മോനെ നിന്റെ ഫിറാഖിന്റെ വിടപാറിൽ ഞാൻ വല്ലാതെ വേദനിക്കുകയാണ്. തങ്ങൾ അങ്ങനെ വേദനിച്ച് പിന്നെ നമുക്ക് കുഞ്ഞിന്റെ മയ്യത്തേണ്ട സഹിക്കോ ബഹുമാനികളെ? അല്ലാഹു സുബ്ഹാനഹു വ തആല തരുന്ന ആയുസ് അവന്റെ പൊരുത്തത്തിലാക്കി അല്ലാഹു കബൂലാക്കുമാറാകട്ടെ. ഇല്ല ബഹുമാനികളെ, സമയം ഇല്ല ഇനി കേട്ടോ. നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലൊന്നും കാര്യങ്ങൾ പോവില്ല. ഈ കഴിഞ്ഞ ഒരാഴ്ച, നാളെ വെള്ളിയാഴ്ച, നാളെ ഞാൻ അങ്കമാലിന് മയ്യത്ത് നിസ്കരിക്കാൻ പോവാ. ഈ കഴിഞ്ഞ ഞായറാഴ്ച, തിങ്കളാഴ്ച ദിവസം വളരെ ഉഷാറേ ഉള്ളൂ. വൈകുന്നേരം കൊട്ടാരതുല്യമായ ഭവനമാണ്, കൊട്ടാരതുല്യമായ കോടീശ്വരനാണ്. ഇതൊക്കെ ലൈവായിട്ട് കേട്ടോണ്ടിരിക്കല്ലേ മനുഷ്യര്. വെങ്കോല എന്ന് പറയുന്ന സ്ഥലത്ത് പുത്തൂക്കാടൻ അഷ്റഫ് കോടീശ്വരനാണ്. പക്ഷേ അദ്ദേഹത്തിന്റെ ജനാസ പരിപാലനത്തിൽ ആലിമീങ്ങളായിരുന്നു കൂടുതൽ. എന്തുകൊണ്ട്? ആലിമീങ്ങളായിരുന്നു കൂടുതൽ. ചുമ്മാ തന്റെ വീടിന്റെ ഉള്ളിലിരിക്കുമ്പോൾ അങ്ങ് മറിഞ്ഞു വീണു. മരിച്ചാണ് വീഴണത്, അല്ലാണ്ട് കുഴഞ്ഞു വീണിട്ട് മരിക്കുകയല്ല. മരിച്ചു, അപ്പൊ വീണു. എടുത്തു ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. അവിടെ ചെന്ന് പറഞ്ഞു തീർന്നു. എവിടെയാ അങ്ങാണ്ട് ഞാൻ വാഴ്ന്നു പറഞ്ഞ് ഇറങ്ങി കഴിഞ്ഞപ്പോൾ പറഞ്ഞു അഷ്റഫ് മരിച്ചു എന്ന്. എന്നെക്കാളും 1 അടി കൂടി ഹൈറ്റ്, എന്നെക്കാളും 4 ഇരട്ടി ആരോഗ്യം. അപ്പൊ ആ മനുഷ്യനെ കൂടി ചിന്തിച്ചു നോക്കി. കട്ടില്, വലിയ നീളമുള്ള കട്ടിലിന്റെ ആ തലയ്ക്ക് തല മുട്ടിയിരിക്കുന്നു, ഈ തലയ്ക്ക് കാല് മുട്ടിയിരിക്കുന്നു. ഞാൻ യാസീനെ ദുആ ചെയ്തുകൊണ്ട് വന്നു. ആ മനുഷ്യൻ ബംഗോല ഹൈദ്രോസ് പള്ളിയുടെ മുമ്പിൽ നിന്നിങ്ങനെ നോക്കിയാൽ ഇങ്ങനെ കുന്നിങ്ങനെ കാണാം, നമുക്ക് കുന്ന്. ഞാൻ ചോദിച്ചു ഇതെന്താ ഈ കുന്ന്? അത് പറഞ്ഞു ഉസ്താദ് അത് കുന്നല്ല, അത് പുത്തൂക്കാടൻ അഷ്റഫിന്റെ കർഷകന് അടിച്ചുവിട്ടിരിക്കുന്ന മിറ്റലുകളാണ്. അതേ പറഞ്ഞ കോടീശ്വരൻ. പക്ഷെ കോടീശ്വരനാണെങ്കിൽ ഇന്ന് ആ മനുഷ്യൻ 6 അടി മണ്ണിന്റെ അടിത്തട്ടി കിടക്കുമ്പോ അയാൾക്ക് കിട്ടുന്നത് എന്താ? ഒരിക്കലും മുടങ്ങാതെ സ്വന്തം അധ്വാനം കൊണ്ടിട്ട് ആ മനുഷ്യനൊരു പള്ളി ഉണ്ടാക്കി. ആ പള്ളി ഉദ്ഘാടനം ചെയ്ത് ബഹുമാനപ്പെട്ട കോഴിക്കോട് വലിയ ഖാദി സയ്യിദ് നാസർ അബ്ദുല്ലയ്യ ശിഹാബ് തങ്ങളാണ്. അതിന്റെ ഉദ്ഘാടനത്തിന് പ്രസംഗിക്കാൻ പോയത് ഞാനാണ്. 30 കുട്ടികൾ ഇന്ന് അവിടെ ഇരുന്ന് അള്ളാഹുവിന്റെ ഖുർആൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ആ പള്ളിക്കകത്ത്, ഖബറിലാണ്.
അള്ളാഹു നല്ല നിലയ്ക്ക് ആഖിറത്തിലേക്ക് സ്വത്തുണ്ടാക്കി മരിക്കാൻ പഠിച്ചവൻ മക്കൾക്ക് ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാണ്. അതുകൊണ്ട് ഒരുങ്ങിക്കോളാൻ ഞാൻ പറയും. ഇതിൻ്റെ ഇടയിലൊക്കെ ഇതിങ്ങനെ പൂട്ടിന് തേങ്ങയിടണാരി ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വന്നതാണ്, ഞാൻ കൊണ്ടുവന്നതല്ല, ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കയറി വന്നതാണ്. അള്ളാഹു നല്ല നിലയ്ക്കുള്ള മൗത്ത് പഠിച്ചവനെ ഞങ്ങൾക്കൊക്കെ തന്ന് അനുഗ്രഹിക്കണേ പഠിച്ചവൻ വരാൻ. അപ്പൊ എന്താ പറഞ്ഞു വന്നത്? വലത്തെ ചെവിയിൽ ബാങ്ക്, ഇടത്തെ ചെവിയിൽ ഇഖാമത്ത്. എനിക്ക് 6 പേരക്കുഞ്ഞുങ്ങളുണ്ട്. 6 കുഞ്ഞുങ്ങളും എനിക്കുണ്ടായത് ആലുവ ടൗണിന്റെ ഹൃദയഭാഗത്തെ നജാത്ത് ഹോസ്പിറ്റൽ എന്ന് പറയുന്ന ഹോസ്പിറ്റലിലാണ്. ഒരിക്കലും ഞാനിപ്പോ തൊപ്പി ഊരി താഴെ വെച്ചിരിക്കുകയാണ്. പക്ഷേ അബ്ബാസ് ഡോക്ടർ ഒരിക്കലും തൊപ്പി ഊരൂല, ഒരിക്കലും തൊപ്പി ഊരൂല. തായ്ക്കാട്ടെ പള്ളിയിൽ ഖത്തീബില്ലാത്ത അവസ്ഥ വന്നാൽ ഖുതുബ ഓതി നിസ്കരിക്കാൻ കഴിവുള്ള പണ്ഡിതനാണ് ഡോക്ടർ അബ്ബാസ്. അദ്ദേഹത്തിന്റെ മക്കളും മരുമക്കളും ഒക്കെ ഡോക്ടർമാരാണ്, അവിടെയാണ് സേവനം. എൻ്റെ പേരക്കുഞ്ഞുങ്ങൾ 6 ഉണ്ടായ അനുഭവം, ലേബർ റൂമിൽ നിന്നും ഉടനെ പുറത്തേക്ക് ആൾ വരും, ഉസ്താദേ കയറി ചെല്ലാൻ പറഞ്ഞു. ലേബർ റൂമിലേക്കാണ് ഞാൻ കയറി ചെല്ലണേ. സൈഡിൽ കുഞ്ഞിനെ കൊണ്ടുവന്ന് കെടുത്തി തന്നിരിക്കുകയാണ്. വലത്തെ ചെവിയിൽ ബാങ്ക്, ഇടത്തെ ചെവിയിൽ ഇഖാമത്ത്. ഇത് നമ്മൾ കൊടുത്തിട്ടില്ലെങ്കിൽ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് മറ്റവന്റെ ദഅവത്താ ചെല്ലുക. ആരുടെ ദഅവത്ത്? അള്ളാഹുവിന്റെയും മനുഷ്യകുലത്തിന്റെയും ശത്രുവിന്റെ ദഅവത്ത് എന്ന് പറഞ്ഞാൽ ശൈത്താനിന്റെ ദഅവത്ത്. അപ്പൊ അടി തെറ്റിയോ? ജനിച്ചാൽ ഉടനെ ഇങ്ങനെ വരച്ച് കാണിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വരച്ച് കാണിക്കാൻ. ഉണ്ടായാൽ ഉടനെ ബാങ്കും ഇഖാമത്തും. അത് കഴിഞ്ഞാൽ പിന്നെ ചെയ്യേണ്ടത് എന്താണ്? മധുരം കൊട്ടുകൊടുക്കണമെന്ന് നബീന റസൂൽ. മധുരം തുപ്പിക്കൊടുക്കണം. തുപ്പലൊന്നും പറയാൻ പറ്റാത്ത കാലഘട്ടമാണ്. എന്ത് പറഞ്ഞാലും എൻ്റെ സഹോദരങ്ങളെ, ഇവിടെ ഈ കാണിക്കുന്നതും ഈ കോലം കെട്ടുന്നതൊന്നും ചുമ്മാതെ ഒന്നുമല്ല. നല്ലതിനെ അല്ലേ ചീത്തയാക്കാൻ പറ്റുള്ളൂ. ചീത്തയെ ദുനിയാവിൽ ആർക്കെങ്കിലും പിന്നെ ചീത്തയാക്കേണ്ട കാര്യമുണ്ടോ? നിങ്ങൾ തീവ്രവാദികളുമല്ല, നിങ്ങൾ രാജ്യദ്രോഹികളുമല്ല, നിങ്ങൾ ടാക്സ് ഒതുക്കുന്നവരുമല്ല, നിങ്ങൾ നോട്ട് പൂത്തി വെക്കുന്നവരുമല്ല, ഒന്നുമല്ല. പിന്നെ എൻ്റെ വിഷയം എന്താ? വദ്ദ കസീറും മിൻ അഹ്ലിൽ കിതാബി ലയറുദ്ദൂനക്കും മിൻ ബഅദി ഈമാനിക്കും കുഫാറൻ ഹസദാ. നിങ്ങളുടെ വിശ്വാസം ഉണ്ടല്ലോ, നിങ്ങളുടെ ആദർശം ഉണ്ടല്ലോ, നിങ്ങളുടെ സംസ്കാരം ഉണ്ടല്ലോ, അത് ഈ ലോകത്ത് പ്രകൃതിക്ക് ഇണങ്ങുന്നതാണ്, യുക്തിക്ക് യോജിക്കുന്നതാണ്, ബുദ്ധി സമ്മതിക്കുന്നതാണ്. അതിവിടെ നിലനിന്നാൽ ഞങ്ങളുടേതൊന്നിനും നിലനിൽപ്പില്ല. ഇതാണ് ഇതിന്റെ പിന്നിലുള്ള ഒറ്റ കാരണം. മനസ്സിലായോ? അതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പൊ പോട്ടെ, തുപ്പിക്കൊടുക്കൽ തന്നെയാണ്. എന്ന് പറഞ്ഞാൽ ഐഷ റളിയല്ലാഹു തആല തന്നെ പറയാണ്, റസൂലുള്ളാഹിയുടെ മടിയിലേക്ക് ഒരു കുഞ്ഞിനെ വെച്ചു കൊടുത്തു. എന്നിട്ട് കാരക്കയും കൊടുക്കും ഞങ്ങളുടെ കയ്യിലേക്ക്. ഈ കാരക്ക തങ്ങൾ വായിലിട്ട് ചവച്ച് നല്ല ദ്രാവക രൂപത്തിലാക്കിയിട്ട് കുഞ്ഞിന്റെ വായിലേക്ക് ആ തുപ്പ് നീരോട് കൂടിയതാണ് അങ്ങ് വെച്ചു കൊടുക്കുക. ഇങ്ങനെ വെച്ചു കൊടുക്കാൻ മടിയിലേക്ക് വെച്ചപ്പോൾ ഐഷ റളിയല്ലാഹു തആല തന്നെ പറയാണ്, കുഞ്ഞു മൂത്രമൊഴിച്ചു. തങ്ങൾ വെള്ളം കൊണ്ടുവരാൻ പറയുകയും ആ മൂത്രമൊഴിച്ച ഭാഗത്തേക്ക് കൊടയുകയും ചെയ്തു. അവിടെ കഴുകിയില്ല എന്ന് ഉമ്മുൽ മുഅ്മിനീൻ ആയിഷത്തു തുഹ്റ റളിയല്ലാഹു അൻഹാ. ശാസ്ത്രം പഠിക്കുന്നവരെ, പഠിപ്പിക്കുന്നവരെ, നിങ്ങൾ അന്വേഷിക്കടാ. ഞങ്ങൾക്ക് ഇതിന്റെ പുറകെടുക്കാൻ നേരമില്ല. ഒരാൺകുഞ്ഞ് ജനിച്ചാൽ 2 വയസ്സ് വരെ മുലപ്പാലല്ലാത്ത മറ്റൊന്നും കഴിച്ചിട്ടില്ലെങ്കിൽ ആ കുഞ്ഞിന്റെ മൂത്രം വീഴുന്ന ഭാഗത്ത് കഴുകണ്ടടോ, കഴുകണ്ട, അവിടെ വെള്ളം കൊടഞ്ഞാൽ മതി. നേരെ മറിച്ച് ഇന്ന് ജനിച്ച പെൺകുട്ടിയുടെ മൂത്രം ഇന്ന് ജനിക്കുമ്പോൾ തന്നെ എവിടെ വീഴുന്നുവോ അത് നജസാണടോ, അഴുക്കാണടോ, അത് കഴുകിക്കളയണം. എന്താണോ ഇതിന്റെ വ്യത്യാസം? അത് അന്വേഷിക്കൽ ഞങ്ങളുടെ പണിയല്ല. ഞങ്ങളുടെ പണി ശമഴിന വാത്തഴിന. ഞങ്ങളുടെ പൊന്നാർ നബി എന്തു പറഞ്ഞു? പറഞ്ഞത് മുഴുവൻ കേൾക്കലാണ്, അനുസരിക്കലാണ്, നടപ്പിലാക്കലാണ്. ഞങ്ങളുടെ പണി അതാ. കാരണം റബ്ബന മാ ഖലഖത ഹാദാ ബാതില സുബ്ഹാനക വഖിനാ അദാബന്നാർ. നീ ഗോളശാസ്ത്രത്തെ പറ്റി പഠിച്ചോടാ, നീ ചന്ദ്രനെ പറ്റി പഠിച്ചോ, ആകാശത്തെ പറ്റി പഠിച്ചോ. ഞങ്ങളുടെ പണി എന്താണെന്നറിഞ്ഞോ? പഠിച്ചവനെ, ആകാശഭൂമികൾ സൃഷ്ടിച്ചവനെ, ഞങ്ങളെ സൃഷ്ടിച്ചവനെ, ഇതൊന്നും നീ വെറുതെ സൃഷ്ടിച്ചതല്ല അല്ലാ. നിന്റെ പരിശുദ്ധിയെ ഞങ്ങൾ വാഴ്ത്തുന്നു അല്ലാ. നീ ഞങ്ങളെ നരകത്തിന് വിറകാക്കല്ലേ അല്ലാ. നമ്മുടെ പണി അതാണ്, നമ്മുടെ പണി അതാണ്. സൂര്യൻ പടിഞ്ഞാറ് ഉദിക്കുമെന്ന് അഷ്റഫുൽ ഖൽഖ് നബിയുനാ റസൂലുള്ളാഹി. ഞങ്ങളത് വിശ്വസിച്ചേക്കുക. പടിഞ്ഞാറ് നിന്ന് ഉദിച്ചിങ്ങനെ പൊങ്ങും, തലയ്ക്ക് മുകളിൽ വരെ എത്തും, വീണ്ടും തിരിച്ച് പടിഞ്ഞാട്ട് പോകും, പടിഞ്ഞാറ് പോയി അസ്തമിക്കും. ശേഷമാണ് ലോകത്തിന്റെ അവസാനം ഉണ്ടാവുക. ഇത് അക്ഷരം പഠിക്കാത്ത അഷ്റഫുൽ ഖൽഖ് നബിയുനാ റസൂലുള്ളാഹി. ഞങ്ങളിത് വിശ്വസിച്ചേക്കോടാ. നീ അന്വേഷിക്ക്. നീ കോടിക്കണക്കിന് രൂപ മേടിക്കണല്ലേ, നീ ശാസ്ത്രം എടുത്ത് പരിശോധിക്ക്. ഇങ്ങനെ ഒരു അക്ഷരം പഠിക്കാത്ത പഠിപ്പ് പറഞ്ഞ് ശരിയാണോ? അന്വേഷിക്ക്.
2 വയസ്സിൽ താഴെയുള്ള ആൺകുട്ടിയുടെ മൂത്രത്തിന് എന്താണ് വ്യത്യാസം? അത് നീ പഠിച്ച് മനസ്സിലാക്ക്. നമ്മുടെ പണി അതല്ല. നമ്മുടെ പണി തങ്ങൾ പറഞ്ഞ് ചെയ്യാ. മൂത്രം നജീസല്ല 2 വയസ്സ് വരെ തങ്ങളുടെ മടിയിലേക്കും. അപ്പൊ അവിടെ എന്താ തങ്ങൾ ചെയ്തത്? കൊടുക്കും. അപ്പൊ ജനിച്ചാൽ ഉടനെ ഭാഗവക്കാലത്തും കൊടുത്ത പിന്നെ അടുത്ത് ചെയ്യേണ്ടത് എന്താ? കാരക്ക ചവച്ച് തുപ്പി കുഞ്ഞിന്റെ വായിലേക്ക് ഇറ്റിച്ചു കൊടുക്കുക. അതിനിപ്പോ എന്താ ചെയ്യാ? ലേബർ റൂമിൽ നിന്ന് കുട്ടിയെ കൂടി കിട്ടുമ്പോ അമ്മായിയമ്മ ആയിരിക്കും മേടിക്കണത്. എടാ എടാ മോനെ, നിന്റെ അമ്മാച്ചനോടും കൂടെ പറയാൻ പറയടാ, നീ ഞാൻ കാരക്ക ഒന്നുണ്ട് തുപ്പി കൊടുക്കാൻ. അമ്മാച്ചനാ? അവൻ പോലെ അവിടെ നിന്ന് വീഡിയോ വിളിക്കണം. അല്ലോ എന്നാ വിളിക്കണ്ട മോനെ. എന്നാ നമ്മുടെ വാപ്പാനെ വിളിച്ചേ. വാപ്പായാ? വാപ്പ അത് എവിടെ നിന്നുണ്ട് പോലെ മുറുക്കുന്നുണ്ട്. അല്ലോ എന്നാ വാപ്പാനെ വിളിക്കണ്ട. അപ്പൊ പിന്നെ എന്താ ചെയ്യാ? അപ്പൊ പിന്നെ തൊട്ടു കൊടുക്കലായി മതി. ഇപ്പൊ തുപ്പാൻ പറ്റിയ പടപ്പുകളില്ല, വയലിട്ട് ചവയ്ക്കാൻ പറ്റിയ സാധനങ്ങളില്ല. നുണ പറയണ നാക്ക്, ഏഷണി പറയണ നാക്ക്, പോലെ മുറുക്കണ നാക്ക്, ബീഡി വലിക്കണ നാക്ക്. അപ്പൊ എന്ത് ചെയ്യാ? നമ്മൾ തേനെടുത്തിട്ട്, തേനാകുമ്പോ തീ തൊടാത്ത സാധനമാണ്, അതിങ്ങനെ തൊട്ടു കൊടുക്കുക. അപ്പൊ ഉണ്ടായി, പേര് വിളിച്ചു, അല്ല ബാങ്ക് കാമത്തും വിളിച്ചു, മധുരം തൊട്ടു കൊടുത്തു. ഇനി 7 ദിവസം എത്തി. 7ന്റെ അന്ന് കുറെ പണികൾ ഇതിന്റെ കൂട്ടത്തിൽ പറയുന്നുണ്ട്. യുമാതു അൻഹുൽ അദാ കുറെ കൂട്ടി പറയുന്നുണ്ട്. അഷ്റഫുൽ ഖൽഖ് നബീന റസൂലുള്ളാഹി 7ന്റെ അന്ന് കുഞ്ഞിന്റെ മുടി എടുക്കണം. ഇതൊക്കെ സ്വന്തം മനസാക്ഷിയോട് ചോദിക്കണം. കുട്ടികൾ നന്നാവണില്ല, ശരിയാവണില്ല എന്നിട്ട് കാര്യമില്ല. ശരിയാവേണ്ട പണിയൊരു നമ്മൾ ചെയ്തിട്ടുണ്ടോ നോക്കണം. ചെയ്തിട്ടില്ലേ പിന്നെ നമ്മുടെ മക്കൾ നേരെ വരൂല. നമുക്ക് ആഖിറത്തിലേക്ക് മക്കൾ ഫലപ്പെടാൻ നബിത്തങ്ങൾ നിർദ്ദേശിച്ച പദ്ധതികളെ പറയുന്നത്. 7ന്റെ അന്ന് മുടി വടിച്ചെടുത്തിട്ട് ആ മുടിയുടെ തൂക്കം കാശുള്ള പണമുള്ള ആളാണെങ്കിൽ സ്വർണം സദക്ക ചെയ്യാം. സാമ്പത്തിക ശേഷി കുറഞ്ഞ ആളാണെങ്കിലോ വെള്ളി സദക്ക ചെയ്യാം. ആര് ചെയ്തു? കയ്യിൽ പൈസ ഇല്ല അല്ലേ? പൈസയില്ല. അള്ളാഹ് തൃപ്തിപ്പെട്ട വഴിയിൽ കൊടുക്കുന്നതിന് കാശില്ല എന്ന് പറഞ്ഞവന് അള്ളാഹ്ക്ക് ദേഷ്യമുള്ള വഴിയിൽ നിന്നെ കൊണ്ട് ഇരട്ടി അള്ളാഹു തആല ചെലവഴിപ്പിക്കുന്നതാണ്. അനുഭവിച്ചുകൊണ്ടിരിക്കുക. ഇന്ന് ഹോസ്പിറ്റലുകൾ നോക്കി. ഹോസ്പിറ്റലുകളിൽ ഏറ്റവും ഭൂരിപക്ഷവും സഹോദര സമുദായത്തിൻ്റെതാണ്. പക്ഷേ ചികിത്സ തേടി ചെല്ലുന്നത് ബഹുഭൂരിപക്ഷവും മുസ്ലിം സമൂഹമാണ് അല്ലേ? മുടിയുടെ തൂക്കത്തിന് സ്വർണം കൊടുക്കാനില്ല, അല്ലെങ്കിൽ വെള്ളി കൊടുക്കാനുമില്ല. അപ്പൊ ഫസ്റ്റിൽ തന്നെ മുടി എടുക്കുക 7ന്റെ അന്ന്. അത് കഴിഞ്ഞ് എന്ത് ചെയ്യുക? കുളിപ്പിക്കുക, എന്നിട്ട് നല്ല പേരിടണം. പേരെന്ന് പ്രശ്നമാണ് അല്ലേ? ഒരു മനുഷ്യന്റെ ഐഡന്റിറ്റി ആ പേരെന്ന് പറയുന്നത്. ആ മനുഷ്യന്റെ ജീവിതകാലം മൊത്തം അയാളെ വിളിക്കുന്ന പേരാണ് ഇപ്പൊ അത്. തങ്ങൾ പറഞ്ഞു, നിങ്ങളെ മഹ്ശറയിൽ വിളിക്കുന്നത് നിങ്ങളുടെ പേരും നിങ്ങളുടെ വാപ്പാടെ പേരും കൊണ്ടിട്ടാണ്. അതുകൊണ്ട് അഹ്സനു അസ്മാക്കും, നല്ല പേരിടണമെന്ന് നബീന റസൂലുള്ളാഹി. അക്ഷരം കണക്കനല്ല. ആദ്യത്തെ കൊച്ചുണ്ടായി ആണ്, അപ്പൊ കുട്ടന്റെ പേരിട്ടു. രണ്ടാമത് ഉണ്ടാവില്ല എന്ന് ഓർത്തിരുന്നാണ്, അതും ഉണ്ടായി, അതും ആണ്, അപ്പൊ കിട്ടന് പേരിട്ടു. അക്ഷരം കണക്കുവാണ്, അക്ഷരം കണക്കുവാണ്. മൂന്നാമത് ഉണ്ടാവില്ല എന്ന് കരുതി, അതും അറിയാതെ ഉണ്ടായത് ആൺകുട്ടി, അപ്പൊ അതിന് പൊട്ടന് പേരിട്ടു. ഇതാണ് ഇങ്ങനെയപ്പോ പേരിടുന്നത്. അക്ഷരം കണക്ക. ഞാൻ തൊടണില്ല പൊന്ന് ഹബീബേ. പേരിന്റെ ഭാഗത്തേക്ക് തിരിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സമയം മുമ്പ് പോവും. അള്ളാഹു സുബ്ഹാനഹു വ തആല ഇൻഷാ അല്ലാഹ് വെള്ളിയാഴ്ച രാവാണ് നമുക്കൊരു 10 സലാത്തും ചൊല്ലി, ഒരു 10 അസ്മാഉൽ ഹുസ്നയും ചൊല്ലി, ഈ മഹാന്മാരുടെ സാന്നിധ്യത്തിൽ വെച്ച് പഠിച്ചോണ്ട് ദുആ ഇറക്കാം മക്കൾ നന്നാവാൻ. ഏറ്റവും അവസാനത്തെ കയ്യതാ, അവസാനത്തെ കയ്യതാ. അദ്ദുആഉ സിലാഹുൽ മുഅ്മിനി വ ഇമാദുദ്ദീൻ. പ്രാർത്ഥന, ദുആ നിന്റെ ആയുധമാണ് കേട്ടോ. അല്ലാണ്ട് രക്ഷയിൽ ആയുധം എടുക്കാണ്ട് അങ്ങനെയല്ലേ? ഇങ്ങോട്ട് ആക്രമിക്കാൻ പറഞ്ഞ രക്ഷയിൽ പിന്നെ ആയുധം എടുക്കല് തന്നെ. പക്ഷെ ഇവിടെ ആൾക്കാർ ബോംബുണ്ടാക്കേണ്ടത് നമ്മൾ ബോംബുണ്ടാക്കണ്ട. ഇവിടെ JCB കൊണ്ട് തകർക്കണ്ടെങ്കിൽ നമ്മൾ JCB എടുക്കണ്ട. ഇവിടെ തടങ്കൽ പാളയം ഉണ്ടാക്കണ്ടെങ്കിൽ നമ്മൾ അത് എടുക്കണ്ട. നമ്മളോട് പൗരത്വ ചോദിക്കണ്ടെങ്കിൽ അതിനെ എതിർത്തോണ്ട് നമ്മൾ ഒച്ചപ്പാടുണ്ടാക്കണ്ട. നമുക്കെതിരെ കോടതി എന്തെങ്കിലും പറയണ്ടെങ്കിൽ അതിനെതിരിൽ നമ്മൾ ഒച്ചപ്പാടുണ്ടാക്കണ്ട. നമ്മൾ നേരെ പടച്ചവനോട് പറയാം, അദ്ദുആഉ സിലാഹുൽ മുഅ്മിൻ. പടച്ചവനെ, ഈ പാളയമൊക്കെ ഉണ്ടാക്കുന്നതും ഈ JCB ഒക്കെ കൊണ്ടുവരുന്നതും ഒക്കെ നീ പറഞ്ഞിട്ടാ. അള്ളാഹുവേ, നീ ഇതിനൊരു അവസാനം ഉണ്ടാക്കണല്ല അങ്ങോട്ട് പറയാം. എന്നുപോലെ എൻ്റെ മക്കളെ കാര്യം. പടച്ചവനെ, മക്കളെ കൊണ്ട് വല്ല വേദനയിലായല്ലോ, വിഷമത്തിലായല്ലോ അല്ലാ, പുറത്തേക്ക് വിടാൻ നിവൃത്തിയില്ലല്ലോ അല്ലാ,
റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ ഖുർറത അയ്യുനിൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമ. ഈ ദുആ പതിവാക്കിക്കൊണ്ടാ. ഇത് ഖുർആൻ പറഞ്ഞതാ. പടച്ചവനെ, എൻ്റെ ഇണയെയും എൻ്റെ മക്കളെയും എൻ്റെ കണ്ണിന് കുളിർമ നൽകുന്ന പ്രവർത്തനത്തിലേക്ക് നീ നീക്കണേ റബ്ബേ. എന്ത് ദുആ നീക്ക് എന്ന് പറഞ്ഞാൽ ബാങ്ക് വിളിച്ചു മോനോട് നിസ്കരിക്കാൻ പറയാതെ തന്നെ മോൻ തൊപ്പി വെച്ച് പള്ളിയിലേക്ക് പോവുകയാണ്. പടച്ചവനെ, ബാങ്ക് വിളിച്ചു, എൻ്റെ പ്രിയപ്പെട്ട മോൾ ഇതാ ഒന്നു കൊടുക്കുകയാണ്. അല്ലാഹുവേ, പർദേ മക്കളെ ഇടാണോ എന്ന് പറയാതെ തന്നെ എൻ്റെ പ്രിയപ്പെട്ടവൾ പർദേ മക്കളെ ഇടുകയാണ്. പടച്ചവനെ, എൻ്റെ പ്രിയപ്പെട്ടവൻ ബാങ്ക് വിളിച്ചപ്പോൾ ഇതാ തോർത്തെടുത്ത് രണ്ടാമുണ്ടെടുത്ത് പള്ളിയിലേക്ക് പോകുകയാണ്. ഭാര്യയ്ക്ക് കണ്ണിന് കുളിർമ, ഭർത്താവിന് കുളിർമ, മാതാപിതാക്കൾക്ക് കുളിർമ. ഹബലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ ഖുർറത അയ്യുനിൻ. അല്ലാഹു തേടിക്കോ. ഈ പേര് വിളിക്കാത്തതിന്, ഈ മുടി കളയാത്തതിന്, ഈ ബാങ്ക് കാത്തും കൊടുക്കാത്തതിന് ഒക്കെ നേരെയാക്കാൻ കഴിവുള്ളവനാണല്ലോ പടച്ചോൻ. തേടിക്കോ, അത് തന്നെ പരിഹാര മാർഗം. റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ